Very good evening to all. ട്രാൻസ്പയർ ടി ടോക്സിന്റെ 8ാമത്തെ സെഷന്റെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു മാറ്റം ആരാണ് ആഗ്രഹിക്കാത്തത്? ട്രാൻസ്പയർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ട്രാൻസ്ഫോം, ആസ്പയർ ആൻഡ് ഇവോൾവ്. നമ്മുടെ രീതിയിൽ, സ്വഭാവത്തിലും അതുപോലെ നമ്മുടെ സമഗ്രമായ വളർച്ചയിലും മാറ്റം വരുത്തുകയും ആ മാറ്റം വരുത്താനുള്ള ലക്ഷ്യമിട്ട് അതോടൊപ്പം കൂടുതൽ വളരാനായിട്ട് ഉള്ള ക്ലാസ്സുകളും വെബിനാറുകളുമാണ് ട്രാൻസ്പയർ കമ്മ്യൂണിറ്റിയിൽ ഉള്ളത്. സമസ്ത മേഖലകളിലെ പ്രൊഫഷണൽ ആളുകളും അതുപോലെ തന്നെ പ്രൊഫഷണൽ ട്രെയിനറുമായിട്ടുള്ള ആളുകളാണ് ഇവിടെ ക്ലാസ് എടുക്കാൻ എത്തുന്നത്. എല്ലാ ആളുകളുടെയും വ്യക്തിഗത വളർച്ചയ്ക്കും പഠനത്തിനും സമഗ്ര വികാസത്തിനുമായിട്ടുള്ള വെബിനാറുകളാണ് ഇവിടെ ഓരോ വ്യാഴാഴ്ചയും നടത്തപ്പെടുന്നത്. ഇന്ന് ട്രാൻസ്പയർ ടി ടോക്സിന്റെ 8ാമത്തെ സെഷനിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് ചന്ദ്ര UV മാം ആണ്. മാം പാലക്കാട് സ്വദേശിയാണ്, അഡ്വക്കേറ്റ് ആണ്, ടീച്ചിങ് ഫാക്കൽറ്റി ആണ്, അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ട്രെയിനറുമാണ്. മാമിന്റെ ലോ എക്സ്പെർട്ടൈസ് ടീച്ചിങ് ആയിട്ട് കണക്ട് ചെയ്ത് പ്രവർത്തിക്കാനാണ് മാം ആഗ്രഹിക്കുന്നത്. മികച്ച വിനിമയത്തിലൂടെ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലൂടെയും പരിശീലനത്തിലൂടെയും ഓരോരുത്തരുടെയും ജീവിതത്തില് അവബോധവും ആത്മവിശ്വാസവും വളർത്തി അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റം കൊണ്ടുവരാനാണ് മാം എപ്പോഴും ശ്രമിക്കുന്നത്. ഇന്ന് ചന്ദ്ര UV മാം എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗുഡ്നെസ് എഫക്റ്റ്, ബ്രിങ്ങിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ പീപ്പിൾ. അതായത് നന്മയുടെ സ്വാധീനം. നമ്മുടെ നന്മ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ട്, പോസിറ്റീവ് എനർജി കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിലൂടെ മറ്റുള്ള ആളുകളിലെ ഏറ്റവും മികച്ചതിനെ സ്വാംശീകരിച്ചെടുക്കാനും അതുപോലെ അവരുടെ മികച്ച കഴിവുകളെ പുറത്തെടുക്കാനുമുള്ള ഒരു രീതിയാണ് ഈ മാമിന്റെ ക്ലാസ്സുകളിൽ ഇനി വരാൻ പോകുന്ന ടോപ്പിക്കിൽ പറയുന്നത്. ഗുഡ്നെസ് എഫക്റ്റ് എന്താണെന്നും അതെങ്ങനെയാണ് പ്രായോഗികമായി നടപ്പിലാക്കുന്നത് എന്നും അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് എന്തൊക്കെ ചെയ്താണ് കൊണ്ടുവരുന്നത് എന്നൊക്കെയാണ് മാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇന്നത്തെ സെഷനിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ വളരെയധികം സ്നേഹാദരങ്ങളോടെ ഹാർദമായി ചന്ദ്ര UV മാമിനെ ക്ലാസ് എടുക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഒരിക്കൽ കൂടി ഹാർദമായി എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ചന്ദ്ര മാം. Thank you Rajalakshmi ma'am for your nice introduction about me. Thank you. I appreciate your way of presenting myself. Thank you all, and I'm thankful to all the persons present over here for this session. When you hear the topic, and the topic endana the goodness effect, bringing out the best in people. എന്താണ് ഇതിന്റെ ഉദ്ദേശം? നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ബാക്കിയുള്ളവരെ ഇഫക്റ്റ് ചെയ്യാൻ പറ്റും ഇൻ എ ഗുഡ് വേ, ഹൗ വി ക്യാൻ എഫക്ട് ഇൻ ത്രൂ ദ ഗുഡ് വേ ഓൺ അതേഴ്സ്. അത് നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഇതിന്റെ റിസൾട്ട്? അതർ പീപ്പിളുടെ ബെസ്റ്റ് ആയിട്ട് അവര് പുറത്തു വരും. സോ അതാണ് എൻ്റെ ഇന്നത്തെ സെഷനിൽ മെസ്സേജ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ടു സ്റ്റാർട്ട് വിത്ത്, ഞാൻ ഒരു മഹാത്മാഗാന്ധിജിയുടെ കോട്ട് കൊണ്ട് തുടങ്ങാൻ പോവാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു കോട്ട് ആയിരിക്കാം. ഈ കോട്ട് വന്നിട്ട് ബി ദ ചേഞ്ച് യു വിഷ് ടു സീ ഇൻ ദി വേൾഡ്. എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മള് പലപ്പോഴും
പല ആഗ്രഹങ്ങൾ ഉണ്ടാവും, പല മാറ്റങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടാവണം, വേൾഡ് ഉണ്ടാവണം, നമ്മൾ ആഗ്രഹിക്കായിരിക്കും. പക്ഷെ മഹാത്മാഗാന്ധിജി എന്താ പറയണത്? ആദ്യം നിങ്ങളിൽ ഒരു ചേഞ്ച് വരണം. നിങ്ങളിൽ ചേഞ്ച് വന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വേൾഡിലെ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ളതാണ്. സോ എന്റെ ടോപ്പിക് ഗുഡ്നെസ് ഇഫക്റ്റ് പറയില്ല. ആദ്യം നമ്മൾ ഗുഡ് ആവണം. നമ്മൾ ഗുഡായാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഡീൽ ചെയ്യുന്ന ആൾക്കാരിൽ ഗുഡ്നെസ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവരിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മള് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞാനും അനുഭവിച്ച ഒരു കാര്യമാണിത്. ദറ്റ് ഈസ്, നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു റൂം, ഓഫീസ് റൂമോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലായാലും ശരി, നമ്മൾ റൂമിലെ ഉള്ളിൽ കയറുമ്പോ ചില ആൾക്കാർ ഉണ്ടെങ്കിൽ അത് നമ്മളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. ചിലപ്പോ ഒരാൾ ഉണ്ട് പറയുമ്പോ അയാൾ കാരണം നമ്മളുടെ ഉള്ളിൽ ഒരു പേടി വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഇയാളെ ഇൻസൾട്ട് ചെയ്യോ, ഇയാൾ എങ്ങനെയാണ് നമ്മളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കാൻ പോകണം, നമ്മുടെ കോൺഫിഡൻസ് കുറവ് ആവുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തായിരിക്കും, നമ്മൾ ചെറുതായിട്ട് നമുക്ക് ഫീൽ ആവും. നമ്മൾ ഇയാളുടെ മുമ്പിൽ ഇയാൾ ആ റൂമിൽ ഉണ്ടെങ്കിൽ ദിസ് പേഴ്സൺ, വെൻ ദിസ് പേഴ്സൺ ഇസ് ദെയർ ഇൻ ദാറ്റ് റൂം, വാട്ട് വി ഫീൽ സ്മോളർ. അതേ രീതിയിൽ ചില ആൾക്കാർ ഉള്ളപ്പോ നമുക്ക് എന്തായിരിക്കും, നമുക്കൊരു സ്ട്രോങ് ഫീലിംഗ്, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, നമുക്ക് എന്താണ് പറയാ, ഒരു മോട്ടിവേഷൻ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ അനുഭവം ഉണ്ടാവും. ഇതിൽ എന്താണ് ഈ ഒരു ഫീലിംഗ് വരാൻ കാരണം? എന്താണ് കാരണം? ഒരാളുടെ പവർ കാരണമാണോ ഈ ഫീലിംഗ്? ഈ പേടിയുള്ളത് കൊണ്ട് അയാളുടെ പവർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഈ നമ്മൾ സ്ട്രോങ് ആക്കാൻ ഉള്ള ഒരു ആളുണ്ടല്ലോ, അത് ബിക്കോസ് ഓഫ് പവർ അല്ല, ബിക്കോസ് ഓഫ് ഹിസ് ഗുഡ്നെസ്. അയാളുടെ നല്ല പ്രവൃത്തി കാരണം നമുക്ക് ആ കോൺഫിഡൻസ്, നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാണ്, നമുക്ക് നല്ലത് പറയാണ്, നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യാണ്, നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യാണ്. സോ ആ ഒരു ക്യാരക്ടർ കാരണമാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഗുഡ്നെസ് ഫീൽ ചെയ്യാണ്. സോ ഇതിന് റിലേറ്റഡ് ആയിട്ട് ഒരു കോട്ട് ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നത്, ഗുഡ് പീപ്പിൾ സീ ഗുഡ് ആൻഡ് ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ അതർ പീപ്പിൾ. നമ്മൾ എപ്പോഴും ഒരാളുടെ ഗുഡ് എന്താണ്, നല്ലത് എന്താണ്, അത് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ല അത് അയാളുടെ വീക്ക്നെസ്സസ് നല്ല കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മളെ ഗുഡ്, വേറെ ഒരാളുടെ ഗുഡ് കാണുമ്പോൾ അല്ലെങ്കിൽ വാട്ട് ഈസ് ഹിസ് പോസിറ്റീവ്സ്, ആ പോസിറ്റീവ്സ് കാണുമ്പോൾ, പോസിറ്റീവ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാളുടെ ഒരു പോസിറ്റീവ് ഫീലിംഗ് അയാളുടെ ഇടയിൽ ഉണ്ടാവും. സോ ഇതാണ് എന്റെ മെയിൻ ക്രക്സ് ഇൻ ദിസ് ടോപ്പിക്. ഇനി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ദാറ്റ് ഈസ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ, എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് ഒരു കപ്പാസിറ്റി ഉണ്ടാവും, പക്ഷെ വേറെ ഒരാളുടെ പ്രസൻസിൽ നിങ്ങളുടെ കപ്പബിലിറ്റീനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്തതായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ദോ യു മേ നോട്ട് ബി കപ്പബിൾ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് ആ എബിലിറ്റി ഉണ്ടാവില്ല, പക്ഷെ ഇന്ന ആളുടെ പ്രസൻസിൽ എനിക്ക് കൂടുതൽ കപ്പബിൾ ആണ് എന്നുള്ള ഫീൽ ചെയ്ത ആൾക്കാർ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? യെസ്, തീർച്ചയായിട്ടും മാം ഉണ്ടായിട്ടുണ്ട്. യെസ്, താങ്ക് യു. ഉണ്ടായിട്ടുണ്ട്. യെസ്, താങ്ക് യു മാം. എനിക്ക് അത് ആരെ മനസ്സിലായിട്ടില്ല. എനിവേ താങ്ക്സ് ഫോർ യുവർ റെസ്പോൺസ്. ദാറ്റ് ഈസ്, പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ഇന്നാളുടെ പ്രസൻസ് മതി നമ്മുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ പോസിറ്റിവിറ്റി, ഒരു എനർജി ബിൽഡപ്പ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതേ രീതിയിൽ ചിലപ്പോ ചില വേർഡ്സ്, നമ്മളുടെ അടുത്ത് പറഞ്ഞ ചില വേർഡ്സ് ലൈഫ് ലോങ് നമ്മളുടെ മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യുന്ന വേർഡ്സ് ആയിരിക്കും, വിച്ച് ഓൾവേസ് എൻകറേജസ്, നമുക്കൊരു എൻകറേജ്മെന്റ്, ആ വേർഡ്സ് ഒക്കെ നമുക്കൊരു എൻകറേജ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ ഗുഡ്നെസ് എന്ന് പറയുന്നത് എന്തറിയോ, നമ്മൾ ആൾക്കാരായിട്ട് ഇടപഴകുമ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ അല്ല, അവരുടെ പൊസിഷൻ അല്ല, അവരുടെ അച്ചീവ്മെന്റ്സ് അല്ല, നമ്മൾ എപ്പോഴും മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യുന്നത് എന്തറിയോ, നമുക്ക് മറക്കാൻ പറ്റാത്തത് എന്താണ് പറഞ്ഞാൽ നമ്മളിനെ അവരെങ്ങനെയാണ് ഫീൽ ചെയ്യിപ്പിച്ചത്, അവരിനെ കുറിച്ചിട്ട് എന്താണ് നമ്മളുടെ മെമ്മറിയിൽ അവര് പോസിറ്റീവ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇതാണ് ലൈഫ് ലോങ് നമ്മൾ മെമ്മറിയിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ദ അതർ പേഴ്സന്റെ
ഗുഡ്നെസ്. അതേ രീതിയിൽ നമ്മളും ആ രീതിയിൽ ഇൻസ്പയർ ചെയ്യുന്ന ഒരു രീതിയിൽ ബിഹേവിയർ കൊണ്ടുവരണമെന്നുള്ളൊരു ഉദ്ദേശമാണ് എൻ്റെ ഈ ടോപ്പിക്കിന്റെ പർപ്പസ്. അതിന് നെക്സ്റ്റ് തിങ്, ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണ്, നമുക്കൊരു പവർ വേണം ടു സീ ഗുഡ് ഇൻ അതേഴ്സ്. അത് എങ്ങനെയാണ് പോസിബിൾ എന്ന് ചോദിക്കുമ്പോൾ, നോർമലി എല്ലാവരുടെ all of us are already fighting with certain issues within ourselves. നമുക്ക് എപ്പോഴും ഓരോരോ ഇൻഡിവിജ്വൽ ആവുമ്പോൾ, ഒരു ഹ്യൂമൻ ബീയിങ്ങിന് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ലൈക്ക് നമുക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാവും. അതേ രീതിയിൽ നമുക്ക് ലൈഫിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. അതേ ആൻഡ് അപ്പാർട്ട് ഫ്രം ദിസ് നമുക്ക് ഫെയിലിയറുടെ ഒരു പേടി ഉണ്ടാവും. ഇപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നമുക്കത് സക്സസ് ഉണ്ടാവോ ഇല്ലേ എന്നുള്ള ഒരു പേടി എപ്പോഴും ഉണ്ടാവും. അതേ രീതിയിൽ ഇപ്പോ പല പ്രോഗ്രാംസ് അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ എന്നെ നോട്ടീസ് ചെയ്യാതിരിക്കോ. സോ ഇത് ഓൾറെഡി എ ബാറ്റിൽ വിത്തിൻ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ. ഈ ബാറ്റിലിന്റെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് നമ്മളുടെ ഈ ഒരു സ്ട്രഗിളിലിരുന്ന് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നത് പറഞ്ഞാൽ the other person who sees good in us. നമ്മളുടെ ഗുഡ് എന്താണ്, നമ്മളുടെ പോസിറ്റീവ്സ് എന്താണ്, നമ്മളുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അതിനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്ട്രോങ് ആയി മാറും. ഈ നമ്മൾ എന്തായിരിക്കണം എപ്പോഴും പറഞ്ഞാൽ, ബേസിക് ഹ്യൂമൻ നേച്ചർ എന്താ പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ നെഗറ്റീവ്സ്, വീക്ക്നെസ്സസ് ഇതായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തുള്ള ആളിനെ ബീലിറ്റിൽ ചെയ്യാൻ അല്ലെങ്കിൽ ചെറുതാക്കാനുള്ള ടെൻഡൻസിയാണ് പൊതുവായിട്ട് നമ്മൾ കാണുന്നത്. അതിലിരുന്ന് നമ്മൾ പുറത്തു വന്നിട്ട് നമ്മൾ ബാക്കിയുള്ളവരുടെ പോസിറ്റീവ്സ് എന്താണ് കണ്ടെത്തിയിട്ട് ആദ്യം നമ്മൾ അവരുടെ പോസിറ്റീവ്സ് പറയാം. എല്ലാവർക്കും വീക്ക്നെസ്സസ് ഉണ്ടാവും. വീക്ക്നെസ്സസ് നല്ല നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു പ്രൊഫഷൻ, ഓൾ ഓഫ് us നമ്മൾ പല സ്ഥലത്തും ജോലി ചെയ്യുന്നുണ്ട്. ചിലവർ ടീച്ചറാണ്, ചിലവർ പല ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവിടെയൊക്കെ നമ്മൾ ഈ പോസിറ്റീവ് ഫീലിംഗ് അല്ലെങ്കിൽ ഈ ഗുഡ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു ടീച്ചർ എങ്ങനെ ആയിരിക്കണം ഒരു സ്റ്റുഡന്റ് വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ്സ് ഉണ്ടാവും, നെഗറ്റീവ്സ് ഉണ്ടാവും. ആദ്യം ഒരു സ്റ്റുഡന്റിന്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, അയാളുടെ സ്ട്രെങ്സ് എന്താണ്, ആ കുട്ടിയുടെ സ്ട്രെങ്സ് എന്തൊക്കെയാണ്, അതിന് സപ്പോർട്ട് ചെയ്യുക, അതിനെ എൻകറേജ് ചെയ്യാന്നുള്ളതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ സ്റ്റുഡന്റ് ഡെഫിനറ്റ്ലി അയാൾ ആ സപ്പോർട്ട് കാരണം ഹി വിൽ ഡെഫിനറ്റ്ലി അച്ചീവ്. അതേ രീതിയിൽ നമ്മൾ ഒരു ജോലി സ്ഥലത്ത് എല്ലാപ്പോഴും എല്ലാവരും എക്സ്പേർട്സ് അല്ല, നമുക്ക് എല്ലാം അറിയാം എന്നുള്ള രീതിയിൽ ആയിരിക്കില്ല നമ്മൾ ജോലിയിൽ കയറുമ്പോൾ. ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഹയർ അപ്സ് എന്തായിരിക്കണം, നമ്മളുടെ ആ സ്ട്രഗിളിലിരുന്ന് നമ്മൾ എന്താണ് അവിടെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതിനെ എടുത്തു കാണിച്ചിട്ട് നമ്മൾ ഒരു കാമാക്കിയിട്ട് നമുക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് വരും. ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പെർഫോമൻസ് ബെറ്റർ ആയിരിക്കും. അതേ രീതിയിൽ ആസ് എ പേരന്റും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ കുട്ടികളുടെ എന്തൊക്കെയാണ് നല്ല ഗുണങ്ങൾ അതിനെ ആയിരിക്കും ഹൈലൈറ്റ് ചെയ്യുക. അല്ലാതെ വേറെ കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എൻകറേജ് ചെയ്യാൻ പാടില്ല within ourselves. അതുകൊണ്ട് so these things are examples wherein you are showing the goodness of the other person and seeing that person comes up in life. At this point of time എനിക്ക് മദർ തെരേസയുടെ കോട്ട് ഓർമ്മ വരികയാണ്. മദർ തെരേസ എന്താ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ, കൈൻഡ് വേർഡ്സ് can be short and easy to speak, but their echoes are truly endless. മദർ തെരേസ പറയുന്നത് നമ്മൾ എന്താണ് നല്ല വാക്കുകൾ പറയുന്നുണ്ട്, അത് വളരെ എളുപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ എൻകറേജിങ് വേർഡ്സ്, ഗുഡ് വേർഡ്സ് ഒക്കെ ഈസിയാണ്, പറയാൻ ഈസിയാണ്. ബട്ട് നമ്മളുടെ പല നേച്ചർ കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈഗോ കാരണം അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെ ചെറുതാക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് കാരണം നമ്മൾ എന്ത് ചെയ്യും, അത് അഡോപ്റ്റ് ചെയ്യില്ല. സോ മദർ തെരേസ പറയണത് ആ രീതിയിൽ ഗുഡ് തിങ്സ്, കൈൻഡ് വേർഡ്സ് ഇതെല്ലാം വളരെ ഈസിയാണ്, സിമ്പിൾ വേർഡ്സ് ആണ്. അത് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്ന ഒരു സൗണ്ട് ആണ്.
ഇത് ഒരാളുടെ ഇടയിൽ നമ്മൾ നല്ലത് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾ എക്കോ ആയിക്കൊണ്ടേയിരിക്കും, അയാളുടെ ലൈഫിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, സോ ഈ നമ്മൾ ഒരാളിൽ എങ്ങനെയാണ് ബെസ്റ്റ് തിങ്സ് കൊണ്ടുവരാൻ പറ്റും, ഹൗ ക്യാൻ വി ബ്രിങ് ഔട്ട് ദി ബെസ്റ്റ് ഇൻ ദി അതേഴ്സ്? അതിന് 3 ഇമ്പോർട്ടൻറ്റ് വേസ് ഉണ്ട്. ഈ 3 വേസ് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ബാക്കി നമ്മളുടെ ഇടയിൽ ഇരിക്കുന്ന ആൾക്കാരിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് അപ്രിഷിയേറ്റ് പബ്ലിക്ലി. നമ്മൾ മിക്കവാറും നമ്മളുടെ ഇടയിൽ ഒരു ഹാബിറ്റ് ഉണ്ട്, നമ്മൾ ഒരാളിനെ നേരിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു വി ഡോണ്ട് ലൈക്ക് ഇറ്റ്, വി ഓൾവേസ് വിഡ്രോ ഫ്രം ദാറ്റ്. പക്ഷെ എപ്പോഴും അപ്രിസിയേഷൻ എപ്പോഴും നേരിട്ട് ഫേസ് ടു ഫേസ് പറയുമ്പോൾ ഇറ്റ് ബിൽഡ്സ് എ പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ ദി അതർ പേഴ്സൺ. അതുകൊണ്ട് മെജോറിറ്റി നോർമൽ ഹ്യൂമൻ ബീങ്സിനൊക്കെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ക്ലാപ്സ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രേസ് ചെയ്യണം, അതല്ല നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുക. ജസ്റ്റ് an acknowledgement. നമ്മൾ ചെയ്ത് ഒരു പേഴ്സൺ ചെയ്യുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അയാൾ എന്താണ് ഒരു ചെറിയ കാര്യം ചെയ്താലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, ദാറ്റ് ഈസ് അക്നോളജ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് വേണം. അത് എങ്ങനെയാണ്? ചില രീതികൾ. ഇപ്പൊ ഒരാൾ നല്ലൊരു കാര്യം ചെയ്തു, അപ്പൊ നമ്മൾ എങ്ങനെയാണ് അപ്രീഷിയേറ്റിംഗ് വേർഡ്സ് യൂസ് ചെയ്യുക? യു ഹാൻഡിൽ ദ സിറ്റുവേഷൻ വെരി വെൽ. നിങ്ങൾ ഈ ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്തു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? അതേ രീതിയിൽ ഒരാള് സ്ഥിരമായിട്ട് ഒരേ ലെവലിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്തും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാം? യു ആർ കൺസിസ്റ്റന്റ്, യു ആർ ഓൾവേസ് കൺസിസ്റ്റന്റ്. ഈ ചില വേർഡ്സ്, ഈ വേർഡ്സ് എന്താണ് വലിയ അപ്രൈസലോ ഒരു വലിയ അവാർഡ് കിട്ടുന്നതല്ല, പക്ഷെ ഇറ്റ് ഈസ് ജസ്റ്റ് an acknowledgement ഓഫ് ദി വർക്ക്. അതേ രീതിയിൽ നമ്മളുടെ വാക്കുകൾ അല്ലെങ്കിലും പല സിറ്റുവേഷൻസില് വർക്ക് അറ്റ്മോസ്ഫിയർ ആയാലും ശരി, വീട്ടിലായാലും ശരി, എല്ലാവരുടെയും ഒരുപാട് പ്രഷർ ഉണ്ട്. ഈ പ്രഷറിനെ നമ്മൾ കാം ആക്കാൻ ആയിരിക്കണം നമ്മളുടെ ഡെവലപ്പ് ചെയ്യേണ്ട ചില വേസ്. ഓക്കെ, അതുകൊണ്ട് പറയുന്നത് എന്തറിയോ, സ്മോൾ വേർഡ്സ് ക്രിയേറ്റ് ബിഗ് എമോഷണൽ ഇമ്പാക്ട്. Small appreciations, small acknowledgements will definitely give a lot of confidence boost in the other person. At this point of time, ഞാൻ മൈക്കിൾ ജോർഡൻ പറഞ്ഞ ഒരു അത്ലീറ്റിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? ഒരു സ്പോർട്സ്മാനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? എല്ലാവരും വിചാരിക്കുന്നു. എല്ലാവർക്കും അറിയോ മൈക്കിൾ ജോർഡൻ? അയാള് ഏത് ഗെയിമായിരുന്നു കളിക്കുന്നത്? ഓക്കെ, മൈക്കിൾ ജോർഡൻ വന്നിട്ട് ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. അയാളുടെ ഒരു ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ, അയാള് ചെറിയ കുട്ടിയാവുമ്പോ അയാളുടെ ഒരു ഹൈസ്കൂൾ ടീം സെലക്ഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് അയാളുടെ ഇവർക്ക് ഇതുണ്ടല്ലേ, മദ്രസ ഉണ്ടല്ലേ? ഇല്ലല്ലോ. ഇല്ലെങ്കിൽ മോക്ക് എത്ര മണിക്കാ സ്കൂള് തുടങ്ങാറുള്ളത്? സീന മാം, Hello. സോറി സീന മാം, സീന മാം, എക്സ്ക്യൂസ് മീ സീന മാം, Continue, ma'am. ഒന്ന് മ്യൂട്ട് ചെയ്യോ? Mute ആക്കിയിട്ടുണ്ട് മാം. ഓക്കെ, താങ്ക് യു മാം. മൈക്കിൾ ജോർഡൻ വന്നിട്ട് ഹൈസ്കൂൾ ടീമിനെ സെലക്ഷന് വേണ്ടിയിട്ട് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാൾ നല്ലൊരു പ്ലെയർ ആയിരുന്നു, അയാളിനെ സെലക്ട് ചെയ്തില്ല. അത് അയാൾ വല്ലാത്ത വിഷമത്തിലാക്കി. അയാള് നോർമലി എന്ത് ചെയ്യും? നോർമലി ഒരു പേഴ്സൺ ആണെങ്കിൽ ഇത്രയും കപ്പാബിലിറ്റി ഉണ്ട്, എബിലിറ്റി ഉണ്ട്, പക്ഷെ അയാളെ സെലക്ട് ചെയ്യാതെ നോർമലി ഇനി ഞാൻ ബാസ്കറ്റ്ബോൾ കളിക്കില്ല എന്നുള്ള തീരുമാനമായിരിക്കും ഒരു ഓർഡിനറി പേഴ്സൺ ഡിസൈഡ് ചെയ്യുക. പക്ഷെ അയാളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോച്ച് ഉണ്ടായിരുന്നു. ആ കോച്ചിന്റെ പേര് വന്നിട്ട് ഫിൽ ജാക്സൺ. ഫിൽ ജാക്സൺ എന്ത് ചെയ്തു? സാരില്ല, നീ സെലക്ട് ആയിട്ടില്ല, പക്ഷെ നീ ഒരിക്കലും ക്വിറ്റ് ചെയ്യാൻ പാടില്ല. നീ വന്നിട്ട് കുറച്ചുകൂടെ നല്ല പ്രാക്ടീസ് ചെയ്യും, എവിടെയോ നിനക്ക് കുറച്ച് നിന്റെ എഫേർട്ടിൽ പോരാ, സോ നീ ക്വിറ്റ് ചെയ്യാൻ പാടില്ല, നീ നല്ലോണം എഫേർട്ട് ഇട്ടിട്ട് യു ഹാവ് ലോട്ട് ഓഫ് എബിലിറ്റീസ്, യു ഹാവ് ലോട്ട് ഓഫ് ഗുഡ് ക്വാളിറ്റീസ്, ഇതൊക്കെ പറഞ്ഞ് നിനക്ക് യു ആർ എ വെരി ഗുഡ് സ്പോർട്സ്മാൻ, അങ്ങനെയൊക്കെ
എൻകറേജ് ചെയ്ത വാക്കുകൾ മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫേമസ് ബാസ്കറ്റ്ബോൾ പ്ലെയർ നമ്മൾ കണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഹിസ് coach was the person who saw that goodness and who gave him good words, which made him the player whom we all appreciate so much. So idu valare oru important aayittu oru point aanu ivide. That is, നമ്മൾ എല്ലാവരും ഒരാളിനെ കോംപ്ലിമെന്റ് ചെയ്യണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഒരു കോംപ്ലിമെന്റ് കൊടുക്കുമ്പോൾ ഓൾവേസ് അവര് ലൈഫില് ദേ വിൽ ബി ഗ്രോയിങ് മോർ. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്? കറക്റ്റ് വിത്തൗട്ട് ഹ്യൂമിലേറ്റിംഗ്. എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ചിലപ്പോ നമ്മൾ ഒരാൾ ചെയ്യും ചില മിസ്റ്റേക്സ്, ചില എറേഴ്സ് വരും. ഈ എറേഴ്സ്, മിസ്റ്റേക്കും എറർ എന്താണ്? ഒരിക്കലും ഒരാൾ ഡെലിബറേറ്റ്ലി ചെയ്യുന്നതല്ല, വേണം വെച്ചിട്ട് ചെയ്യുന്നതല്ല. മിസ്റ്റേക്കും എറർ അത് ഹാപ്പൻ ചെയ്യും. അപ്പോ നമ്മൾ ആ മിസ്റ്റേക്കിന് ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ എടുത്തു പറയുമ്പോ പിന്നെ അപ്പുറത്തുള്ള ആൾ എന്തായിരിക്കും? ഒരിക്കലും എഫേർട്ട് ഇടില്ല, അതോടെ അവസാനിപ്പിക്കും. അതുകൊണ്ടാണ് ഈ ഗുഡ്നെസ് ഉള്ള ആൾക്കാർ എപ്പോഴും എങ്ങനെയായിരിക്കും പെരുമാറാ പറഞ്ഞാൽ, വിത്തൗട്ട് ഹ്യൂമിലേറ്റിംഗ് ദേ വിൽ കറക്റ്റ് ദി അതർ പേഴ്സൺ. അതുകൊണ്ട് എനിവൺ ക്യാൻ പോയിന്റ് ഔട്ട് മിസ്റ്റേക്സ്. പക്ഷെ ഗുഡ് പീപ്പിൾ എന്തായിരിക്കണം? ആ ഒരു മിസ്റ്റേക്ക് ചെയ്ത പേഴ്സന്റെ ഡിഗ്നിറ്റീന് ഒരു രീതിയിലും കുറവ് വരുത്താതെ ആ ഇൻഫോർമേഷൻ, ആ എററിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എടുക്കും. ആ രീതിയിലായിരിക്കണം എപ്പോഴും നമ്മൾ അപ്പുറത്തുള്ള ആളായിട്ട് whenever errors or mistakes take place, we have to see that. നമ്മൾ ഒരിക്കലും നമ്മൾ പറയുന്ന രീതി കൊണ്ട് അപ്പുറത്തുള്ള ആള് ബ്രേക്ക് ഡൗൺ ആവാൻ പാടില്ല. അല്ലെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ ഇനി ഞാൻ അത് ചെയ്യില്ല എന്നുള്ള രീതിയിലേക്ക് തീരുമാനം എടുക്കാൻ പാടില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നവര് അല്ലെങ്കിൽ നമ്മളുടെ എംപ്ലോയീസ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല വെച്ചോളൂ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അവരിനെ സപ്പോർട്ട് ചെയ്യുന്നത്? നീ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ആണോ ബെറ്റർ, അല്ലെങ്കിൽ ദർ ഈസ് എ സ്കോപ്പ് ടു ഇംപ്രൂവ്? അപ്പൊ അതിൽ ഒരു ഹിഡൻ മെസ്സേജ് ഉണ്ട്. ദറ്റ് ഈസ് ദർ ഈസ് സം പ്ലേസ് വെരിൻ യു നീഡ് ടു ബ്രഷ് അപ്പ് യുവർ സെൽഫ്. കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാൻ ഉള്ള സ്കോപ്പ് ഉണ്ട്. അതിന്റെ ഒപ്പം നമ്മൾ ഒരു വേർഡും ആഡ് ചെയ്യുമ്പോൾ നമ്മൾ വിൽ വർക്ക് ടുഗെദർ. ആ ഇംപ്രൂവ്മെന്റിന് ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബ്രിങ് എ വെരി ഗുഡ് ഇമ്പാക്ട് ഓൺ ദി അതർ പേഴ്സൺ. ഓക്കെ, സോ ഇതാണ് നമ്മൾ ചെയ്യേണ്ട സെക്കൻഡ് സ്റ്റെപ്പ്. എപ്പോഴും കറക്ഷൻസ് ചെയ്യുമ്പോൾ അപ്പുറത്തുള്ള ആളിനെ ഹ്യൂമിലേറ്റ് ചെയ്യാതെ നമ്മൾ അവരിനെ കറക്ഷൻ ചെയ്യണം. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഗുഡ് പേഴ്സൺ. ഓക്കെ, ഇതിന് റിലേറ്റഡ് ആയിട്ട് ഒരു കോട്ട് ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഈസ് പ്രിൻസസ് ഡയന പറഞ്ഞതാണ്. ക്യാരി ഔട്ട് എ റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നെസ് വിത്ത് നോ എക്സ്പെക്ടേഷൻസ് ഓഫ് റിവാർഡ്. പ്രിൻസസ് ഡയന എല്ലാവർക്കും അറിയുന്ന ഒരാളായിരിക്കാം. ദാറ്റ് ഈസ്, നമ്മൾ എപ്പോഴും ഒരാൾക്ക് നല്ലത് ചെയ്യുമ്പോൾ ഒന്നും പ്രതിഫലം പ്രതീക്ഷിക്കരുത്. വിത്തൗട്ട് ദാറ്റ് ഇറ്റ് സെൽഫ്, ഇഫ് യു ക്യാൻ ഡു and correct the other person, it will be of a great support to the other person. മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുന്നത്, നമ്മൾ എപ്പോഴും ഒരാളിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അവിടെ എന്തായിരിക്കണം? ആ അപ്പുറത്തുള്ള ആൾക്ക് എന്റെ പൊട്ടൻഷ്യൽ എന്താണ് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, എനിക്ക് ഇങ്ങനത്തെ പോസിറ്റീവ് സ്ട്രെങ്ത്സ് ഉണ്ടല്ലോ എന്നൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ അപ്പുറത്തുള്ള ആളുടെ അടുത്തേക്ക് whatever we say, whatever we do should exhibit. Okay, അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ എല്ലാവരും ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കോൺഫിഡൻസ് ചിലപ്പോൾ കുറവായിരിക്കും. ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഈ ട്രാൻസ്പയർ ടീം ഒരു കാരണമാണ്. അവരെന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വിംബിൾ ടീം ബാച്ച് 22 ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കുറവുണ്ട്. പക്ഷെ എന്റെ ടീം, ഈ ട്രാൻസ്പയർ ടീം എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത്, ഇന്നും ഞാൻ
അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാമിനെ പറ്റും, മാം ചെയ്യൂ, ഡോണ്ട് വറി. ആ രീതിയിലുള്ള ഇത് എന്താണ്, ഞാൻ ഇവരുടെ ഇടയിലിരുന്ന് ബോറോ ചെയ്ത ഒരു കോൺഫിഡൻസ് ആണ്. ഇവരാണ് എനിക്ക് കോൺഫിഡൻസ് തന്നിട്ടുണ്ട്, യു ക്യാൻ ഡു. ബിക്കോസ് എനിക്ക് ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസ് ഉണ്ടെങ്കിലും മാമിന്റെ മലയാളം വെച്ചിട്ട് മാം സംസാരിച്ചോളൂ, എപ്പോഴും എന്നെ എൻകറേജ് ചെയ്യുന്നതാണ്. സോ ദിസ് ഇസ് വാട്ട്, എന്റെ പൊട്ടൻഷ്യൽ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്തത് എന്റെ ഈ ട്രാൻസ്പയർ ടീമാണ്. അതുകൊണ്ട് at this point of time I would like to take this opportunity to thank them for supporting me. So ഈ രീതിയിൽ നമ്മൾ എപ്പോഴും ഒരാള് സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ് എന്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അവരുടെ പൊട്ടൻഷ്യലിനെ അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ വേറെ ഒരാളുടെ സപ്പോർട്ട് എപ്പോഴും ബോറോ ചെയ്യേണ്ട ഒരു ഹ്യൂമൻ ബീങ്സ് ആണ് നമ്മൾ. അപ്പോ എങ്ങനെ ഈ രീതിയിൽ എങ്ങനെ വലിയ സക്സസ്ഫുൾ ആൾക്കാരല്ല, വലിയ റിച്ച് പീപ്പിൾ ഈ മാതിരി വാക്കുകളെല്ലാം പറയേണ്ട ആവശ്യം നമുക്ക് ആരാണ് നമ്മളുടെ കൂടെ ഉള്ളവര്. അത് പല രൂപത്തിലായിരിക്കും. ഒരു മെന്റർ ആയിരിക്കാം, ടീച്ചർ ആയിരിക്കാം, പേരന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിരിക്കാം, കൊലീഗ്സ് ആയിരിക്കാം. ഇവര് മതി ഒരാളുടെ പൊട്ടൻഷ്യലിനെ ബൂസ്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ട് always try to support. ഇതിന് ഞാൻ അബ്ദുൽ കലാമിന്റെ സ്റ്റോറി, നമ്മുടെ പ്രസിഡന്റിന്റെ സ്റ്റോറി ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു പേഴ്സൺ ആണ് നമ്മുടെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. വന്നിട്ട് ഫ്രം എ വെരി മോഡസ്റ്റ് ഫാമിലിയിൽ ജനിച്ച ഒരാളാണ്. അയാൾക്ക് എപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് അൺസർട്ടൺ ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അയാളുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ശിവസുബ്രഹ്മണ്യം അയ്യർ പറഞ്ഞിട്ട്. ഈ ശിവസുബ്രഹ്മണ്യ അയ്യർ ഒരുപാട് അബ്ദുൽ കലാമിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേ രീതിയിൽ അയാളുടെ ഇന്റലിജൻസ്, അബ്ദുൽ കലാമിന്റെ ഇന്റലിജൻസ് എല്ലാം റെക്കഗ്നൈസ് ചെയ്തിട്ട് എപ്പോഴും സപ്പോർട്ട് ചെയ്തു. പുവർ ആണെങ്കിലും അബ്ദുൽ കലാമിന്റെ പൊട്ടൻഷ്യലിന് ആ ടീച്ചർ അന്നേ കണ്ടുവച്ചിട്ടുണ്ട്. ആ ഒരു ടീച്ചറുടെ വേർഡ്സ്, എൻകറേജ്മെന്റ് ആണ് അബ്ദുൽ കലാമിന്റെ ഡ്രീംസിന് ബിഗ് സ്ട്രോങ് ആക്കിയത്. ആൻഡ് സയൻസ് സബ്ജക്റ്റിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം അബ്ദുൽ കലാം എടുക്കാനുള്ള കാരണം ഈ ഒറ്റ ടീച്ചറാണ്. ദാറ്റ് ഈസ് മിസ്റ്റർ ശിവസുബ്രഹ്മണ്യം അയ്യർ. അങ്ങനെയാണ് ഈ ഒരു ശിവസുബ്രഹ്മണ്യം അയ്യർ സർ ആണ് നമുക്കൊരു പ്രസിഡന്റിന് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഓൺലി ബിക്കോസ് ഓഫ് ഹിസ് എൻകറേജിങ് വേർഡ്സ് ആണ്. സോ ആൻഡ് അനദർ വെരി ഇമ്പോർട്ടന്റ് ലെസണിൽ നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് മനസ്സിലായി, ദാറ്റ് ഈസ് നമ്മൾ ബിലീവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന ആളാണ് ആര്? നമ്മളുടെ ഇടയിലുള്ള ഗുഡ് പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ക്രിയേറ്റ്. പിന്നെ APJ അബ്ദുൽ കലാമിന്റെ ഒരു കോട്ട് ഈ പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദ ബെസ്റ്റ് ബ്രെയിൻസ് ഓഫ് ദ നേഷൻ മേ ബി ഫൗണ്ട് ഓൺ ദ ലാസ്റ്റ് ബെഞ്ചസ് ഓഫ് ദി ക്ലാസ് റൂം. എല്ലാവർക്കും അറിയാം, ഈ ലാസ്റ്റ് ബെഞ്ച് ഇരിക്കുന്ന കുട്ടികളെ കുറിച്ചിട്ട് അഭിപ്രായം എല്ലാവർക്കും എന്താണ്? ഏറ്റവും നോട്ടി ഫെലോസ്, പഠിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് എന്നുള്ള രീതിയിലാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം. പക്ഷെ APJ അബ്ദുൽ കലാം ആ ഒരു കോട്ട് കൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ മാറ്റി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചിലപ്പോ നമ്മളുടെ കൺട്രി അല്ലെങ്കിൽ അവനവന്റെ ഫീൽഡിൽ എക്സൽ ചെയ്യുന്നവര് മിക്കവാറും ലാസ്റ്റ് ബെഞ്ചിന്റെ ആൾക്കാരാണ്. ഈ രീതിയിലുള്ള നല്ല വാക്കുകൾ ഡെഫിനറ്റ്ലി ബാക്കിയുള്ളവരിനെ മോട്ടിവേറ്റ് ചെയ്യും. ഇനി ഈ ഗുഡ്നെസ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്. ഈ ഗുഡ്നെസ് വന്നിട്ട് ഈസ് വെരി വെരി പവർഫുൾ. എങ്ങനെയാണ് പവർഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളുടെ വീക്ക്നെസ്, ഒരാളുടെ എമോഷണൽ സ്ട്രെങ്ത്തിനെ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട് ഈ ഗുഡ്നെസ്സിൽ. സോ ഈ ഗുഡ്നെസ് വന്നിട്ട് ഓൾവേസ് ഹെൽപ്സ് ദി അതർ പേഴ്സൺ ടു ഗ്രോ മോർ. അതുകൊണ്ട് നമ്മൾ വേറെ ഒരാളുടെ ഗുഡ് കാണാനായിട്ട് ശ്രമിക്കാം. അതേ രീതിയിൽ നമ്മൾ സൊസൈറ്റിയിൽ കാണാൻ പറ്റുന്നു, ഈസിയാണ് ഒരാളിനെ ഡോമിനേറ്റ് ചെയ്യാൻ, വളരെ ഈസിയാണ്. പക്ഷെ ഒരാളിനെ ഇൻസ്പയർ ചെയ്യാൻ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി.
യു ഹാവ് ടു ഹാവ് ദ കെപ്പബിലിറ്റി ഒരാൾക്ക് ഇൻസ്പിറേഷൻ കൊടുക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് 2 ടൈപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. 2 ടൈപ്പ് ഓഫ് പീപ്പിൾ. ഒരു ഗ്രൂപ്പ് വന്നിട്ട് നമ്മളുടെ എനർജീനെ ഡ്രെയിൻ ഔട്ട് ചെയ്യും, നമ്മുടെ എനർജീനെ ഇല്ലാതാക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അനദർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്താണ്, നമ്മുടെ എനർജീനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അവരാണ് ഗുഡ്നെസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ. അവര് ഒരാളിനെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് ഒരാളിനെ അവനവനിൽ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാക്കുന്നത് ഈ ഒരു എനർജി ബിൽഡപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. നിങ്ങളുടെ ഇടയിൽ ഈ എനർജി ഡ്രെയിൻ ചെയ്യുന്നവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണോ, എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും, അവര് എപ്പോഴും താഴ്ത്തിക്കൊണ്ടേയിരിക്കും അപ്പുറത്തുള്ള ആളിനെ. അതേ രീതിയിൽ അവർക്ക് എപ്പോഴും ഈഗോ ഉണ്ടാവും. ഈ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ക്യാരക്ടറിസ്റ്റിക് എന്നാൽ ഈഗോയിസ്റ്റിക് ആയിട്ട് തന്നെ നമ്മളുടെ ഇടയിൽ വന്ന് സംസാരിക്കുക. അതേ രീതിയിൽ എപ്പോഴും കുറ്റങ്ങൾ കണ്ടുപിടിക്കുക, ബാക്കിയുള്ളവരുടെ ഫോൾട്സ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ പേടി, ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് അതിന്റെ റിസൾട്ട് എന്തായിരിക്കും, ആൾക്കാരുടെ ഇടയിൽ പേടി ഉണ്ടാവും. പക്ഷെ ഈ എനർജി ബിൽഡപ്പ് ആൾക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, എൻകറേജ് ചെയ്യുക, എംപത്തി ഉണ്ടാവും. അവര് അപ്പുറത്തുള്ള ആളുടെ ഷൂസിൽ നിന്നിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചിന്തിക്കുക. അതേ രീതിയിൽ അവര് എന്തായിരിക്കും, ഇപ്പുറത്തുള്ള ആള് ഫോൾട്ട് കണ്ടുപിടിക്കുമ്പോ ഡ്രിവൺ വിത്ത് എനർജി എന്തായിരിക്കും, സ്ട്രെങ്സ്, എന്താണ് അതർ പേഴ്സണിനുള്ള സ്ട്രെങ്സ്. അതേ രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിശ്വാസം, ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. സോ ഈ 2 ടൈപ്പ് ഓഫ് പീപ്പിള് നമ്മൾ ഏത് കാറ്റഗറി ഓഫ് പീപ്പിൾ ആയി മാറണം എന്നുള്ളത് ഇന്ന് നമുക്ക് തീരുമാനം എടുത്തിട്ട് നമ്മൾ ഇനിയുള്ള ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണോ എന്നുള്ളത് ആലോചിക്കുക. അതുകൊണ്ട് യുവർ പ്രസൻസ് ഷുഡ് മേക്ക് പീപ്പിൾ ഫീൽ ബെറ്റർ, നോട്ട് സ്മോളർ. ഇന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് നമ്മളുടെ പ്രസൻസില് നമ്മളുടെ അടുത്തുള്ള ആൾക്കാർ എപ്പോഴും എന്തായിരിക്കണം, ബെറ്റർ ഫീൽ ചെയ്യണമെന്നല്ലാതെ ചെറുതാവുന്ന രീതിയിലുള്ള ഫീലിംഗ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് പറഞ്ഞാൽ ഈ ഗുഡ്നെസ് ഉണ്ടല്ലോ, ഈ ഗുഡ്നെസ് വന്നിട്ട് റിപ്പൽ ഇഫക്ട് ക്രിയേറ്റ് ചെയ്യും. വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ്സ് കിട്ടിങ് എ റിപ്പൽ ഇഫക്ട്. റിപ്പൽ ഇഫക്ട് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഒരു ഗുഡ് കാര്യം ചെയ്താൽ അത് ഇങ്ങനെ സീരീസ് ഓഫ് ഗുഡ് ആക്ഷൻസിലേക്ക് പോകും. ഒരു സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് നല്ല കാര്യങ്ങളിലേക്ക് മാറിപ്പോവും. അത് എങ്ങനെയാണ്? ഗുഡ്നെസ് സ്പ്രെഡ്സ് ക്വൈറ്റ്ലി ആണ് പറയുന്നത്. ഞാൻ ഈ ടോപ്പിക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ആർട്ടിക്കിൾസ് വായിച്ചു. ആ ആർട്ടിക്കിൾസിൽ വളരെ പോസിറ്റീവ് ആയിട്ട് ഒരു ഫീലിംഗ് കിട്ടിയത് ഈ ഒരു പോയിന്റിലാണ്. ദാറ്റ് ഈസ് goodness spreads quietly. When you encourage one person, ആ ഒരു പേഴ്സൺ എന്തായിരിക്കും അറിയോ, ഇതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അയാള് ഇനി ആൾക്കാരുടെ അടുത്ത് ഇടപഴകുമ്പോ എങ്ങനെയായിരിക്കും, അയാൾ ഒരു കൈൻഡ് പേഴ്സൺ ആയിരിക്കും, അയാൾ ഒരു ഗുഡ് പേഴ്സൺ. അപ്പൊ നമ്മളുടെ ഗുഡ്നെസ് കാരണം ഒരു ഗുഡ് പേഴ്സൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തോടെ. അതേ രീതിയിൽ സെക്കൻഡ് തിങ് ഇതിന്റെ റിപ്പൽ ഇഫക്റ്റിൽ വരുന്നത് confidence spread down from one person to another. It will go on spreading. അതേ രീതിയിൽ പോസിറ്റിവിറ്റി സ്പ്രെഡ് ആവും. ദെൻ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ഉണ്ടാവുമ്പോ എന്താണ്, ആ വർക്ക് പ്ലേസ്, നമ്മൾ ചെയ്യുന്ന എവിടെയാണ് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വീട് എല്ലാം എന്തായിരിക്കണം, അവിടെ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ബിക്കോസ് ഓഫ് ദിസ് ഗുഡ്നെസ്, ഒരു പേഴ്സൺ ഗുഡ്നെസ് കാരണം അവിടെ എല്ലാവരും ഗുഡ് ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതേ രീതിയിൽ ഒരു ഫാമിലി ആംഗിളിൽ നിന്ന് നോക്കി ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫാമിലിയും ഇംപ്രൂവ് ആവും. ഇതിന്റെ നമുക്ക് പല രീതിയിലെ എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ സപ്പോർട്ടീവ് മാനേജേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ എന്താണ്, നല്ല ഒരു ടീം കൾച്ചർ ഉണ്ടാവും, നല്ല സപ്പോർട്ടീവ് മാനേജേഴ്സ് ഉണ്ടെങ്കിൽ. അതേ രീതിയിൽ എൻകറേജിങ് പേരൻസ് ആണെങ്കിൽ അപ്പൊ എന്തായിരിക്കും, ആ ഫാമിലിയിൽ ആ കുട്ടികളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മളുടെ ഇടയിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, പലപ്പോഴും എനിക്ക് ഗിവ് അപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഗിവ് അപ്പ് ചെയ്യാതിരിക്കാൻ കാരണം എൻ്റെ കൂടെ ഉള്ളവർ തന്നെയാണ്. സോ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ
പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് വേണ്ട വെക്കുന്നതിൽ നിന്ന് നമുക്ക് പിന്മാറാനുള്ള ടെൻഡൻസി ക്രിയാൻ. സോ ഈ 5 റിപ്പൽ ഇഫക്ട്സ് ഉണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒരു പേഴ്സൺ ഗുഡ് ആവുമ്പോ ദ അതർ പേഴ്സൺ ഓൾസോ ബിക്കംസ് ഗുഡ്. ഇത് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേ പോകും. അതേ രീതിയിൽ കോൺഫിഡൻസ് സ്പ്രെഡ് ആവും, പോസിറ്റിവിറ്റി സ്പ്രെഡ് ആവും, വർക്ക് പ്ലേസ് ഇംപ്രൂവ് ആവും, ഫാമിലി സിറ്റുവേഷൻസ് ഇംപ്രൂവ് ആവും. അതൊക്കെ പിന്നെ ഒരു കോട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കൈൻഡ്നെസ് ഈസ് എ ലാംഗ്വേജ് എവ്രി വൺ അണ്ടർസ്റ്റാൻഡ്സ്. അതിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കൈൻഡ്നെസ് ഓൾവേസ് encourages people. Okay, so to conclude my concept, when people remember the most influential person in their life, it is rarely the richest person they meet. Normally നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മളുടെ ലൈഫിൽ ഓർക്കാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കും, ചില ആൾക്കാർക്ക് അവരുടെ പേരൻസ് ആയിരിക്കും, ചിലവർക്ക് മെന്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കും നമ്മൾ ഓർക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള വലിയ വലിയ ആൾക്കാരോ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആൾക്കാർ അല്ല നമ്മൾ ഓർക്കുന്നത്. സോ ദ പേഴ്സൺസ് ഹു ആർ വെരി ക്ലോസ് ടു us should be a person who is with goodness. Success is not measured by what we achieve. It is also measured by how many people become better because we were part of their lives. Success എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു ടൂൾ അല്ല മെഷറിങ് എങ്ങനെയാ ഞാൻ ബെറ്റർ ആയിന്. പക്ഷെ നമ്മൾ വേറെ ഒരു ആളുടെ ലൈഫിനെ എങ്ങനെയാണ് ഇംപ്രസ് ചെയ്തു, എങ്ങനെയാണ് അവരിനെ എൻകറേജ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള പോയിന്റ് ആണ്. ഇനി ഞാൻ നിങ്ങൾക്ക് റീഡിങ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ 2 ബുക്സ് ഞാൻ ഇതിന്റെ ഇടയിൽ റെഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു ബുക്ക് വന്നിട്ട് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഇത് നമ്മളുടെ ഗുഡ്നെസ്സിന് എൻകറേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഓത്തർ വന്നിട്ട് ഡെയിൽ കാർനേജ്. ഈ ബുക്കിൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരാളിനെ അപ്രിഷിയേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക. ഈ കണ്ടന്റ് ആണ് അത് ബുക്സിലുള്ളത്. ബിൽഡിംഗ് പോസിറ്റീവ് റിലേഷൻഷിപ്സ്, പിന്നെ അപ്പുറത്തുള്ള ആള് മേക്കിംഗ് പീപ്പിൾ ഫീൽ വാല്യൂഡ്, ഒരു വാല്യുവബിൾ പേഴ്സൺ ആണ് ഫീൽ ചെയ്യുന്നത്. അതേ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ബെസ്റ്റ് ഇൻ അതേഴ്സിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഈ ബുക്കിന്റെ ഹൈലൈറ്റ്. അതേ രീതിയിൽ ഈ ബുക്കിൽ നമ്മൾ വായിച്ച ശേഷം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഫീലിംഗ് ആണ് ഗിവ് ഓണസ്റ്റ് ആൻഡ് സിൻസിയർ അപ്രിസിയേഷൻ. ഇത് ഒരു ബുക്കാണ്. രണ്ടാമത്തെ ബുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് The 7 Habits of Highly Effective People. The 7 Habits of Highly. ഇതിന്റെ ഓത്തർ സ്റ്റീഫൻ ആർ കോവി. ഈ ബുക്കിൽ നമുക്ക് വായിക്കുമ്പോൾ നമ്മളുടെ ഇടയിൽ ജനറേറ്റ് ആവുന്ന ഒരു എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എംപത്തി, അണ്ടർസ്റ്റാൻഡിങ് ബിഫോർ ബീങ് അണ്ടർസ്റ്റുഡ്. നമ്മൾ ആദ്യം നമ്മളുടെ മനസ്സിലാക്കിയാലാണ് ബാക്കിയുള്ളവരിന് നമുക്ക് നമ്മളുടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതേ രീതിയിൽ അവരിനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതേ രീതിയിൽ ക്യാരക്ടർ ബേസ്ഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് അച്ചീവേഴ്സ് അല്ല നമ്മുടെ ടാർഗറ്റ്സിനെ റീച്ച് ചെയ്യുന്നതല്ല. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു പേഴ്സന്റെ ക്യാരക്ടറിനെ എക്സിബിറ്റ് ചെയ്യുന്നതാണ്. അതേ രീതിയിൽ ദ പേഴ്സൺസ് ഹൂം ഹി ഈസ് ഡീലിംഗ് വിത്ത് character also has to be developed, and also positive influence ഉണ്ടാവണോ എന്നുള്ളതാണ് ഈ ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ബുക്കിന്റെ ബേസിക് പർപ്പസ് പറഞ്ഞ് സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദെൻ ടു ബി അണ്ടർസ്റ്റുഡ്. ഫസ്റ്റ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യൂ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വിത്ത് ദിസ് ഐ എം എൻഡിങ് മൈ സെഷൻ. ഐ ഹോപ്പ് everyone could understand the concept, and നമ്മൾ ഇന്ന് ഡിസൈഡ് ചെയ്യുക, നമ്മൾ കാരണം നമ്മൾ ബാക്കി നമ്മളുടെ കൂടെ ഉള്ളവരിന് ഗുഡ്നെസ്സിനെ അപ്രിഷിയേറ്റ് ചെയ്യുക, ഗുഡ്നെസ്സിനെ എടുത്തു പറഞ്ഞിട്ട് നമ്മളും ഗുഡ് ആവുക. ആൻഡ് അൾട്ടിമേറ്റ്ലി സൊസൈറ്റി നല്ലൊരു സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറ്റി എടുക്കാനുള്ള രീതിയിലേക്ക് ഒരു തീരുമാനം ഇന്ന് എടുക്കുക. സോ ഗുഡ്നെസ് ഡെഫിനറ്റ്ലി is a requirement in the society. Thank you all.
for your patient hearing. Thank you. താങ്ക് യു ചന്ദ്ര മാം. വളരെ മനോഹരമായിട്ട് തന്നെ മാം ക്ലാസ് എടുത്തു. ഗുഡ്നെസ് എഫക്റ്റ് എന്താണെന്നും എന്തൊക്കെ രീതിയിലാണ് അത് നമുക്ക് ലഭിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അതുപോലെ ഒരു ഗുഡ് പേഴ്സന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെ മാം വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നു. ഒരുപാട് അറിവുകൾ നമുക്ക് അതിൽ നേടി. പല പ്രശസ്തരായ വ്യക്തികൾ പറഞ്ഞ മഹാത്മാഗാന്ധി, അതുപോലെ പ്രിൻസസ് ഡയാന, മദർ തെരേസ, ഇവരൊക്കെ പറഞ്ഞ കോട്ടുകള്, അബ്ദുൽ കലാം സാറിന്റെ സ്റ്റോറി, ഇതൊക്കെ നമ്മൾ കേട്ടു. വളരെ വ്യക്തമായിട്ട് നമുക്ക് ഓരോ പോയിന്റുകളും മനസ്സിലായി. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഒരാളുടെ നമ്മൾ പോസിറ്റീവിനെ മാത്രം ഉൾക്കൊള്ളുക, അവരുടെ നെഗറ്റീവിനെ കൂടുതൽ എംഫസൈസ് ചെയ്യാതെ പോസിറ്റീവിനെ മാത്രം ഉൾക്കൊള്ളുക എന്നൊരു പോയിന്റ് ഇതിൽ നിന്ന് നമുക്ക് ലഭിച്ചു. അതുപോലെ കോൺഫിഡൻസ് സ്പ്രെഡ് ചെയ്യുക, അതുപോലെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക. ഇതൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണതിനനുസരിച്ച് നമ്മുടെ ആദ്യം നമ്മളിൽ നിന്ന് മറ്റൊരാളിലേക്കും, മറ്റൊരാളിൽ നിന്ന് പലരിലേക്കും അങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലി, നമ്മുടെ വർക്ക് പ്ലേസ്, അങ്ങനെ സമൂഹം മുഴുവൻ ഒരു നല്ല പുരോഗതിയിലേക്ക് നയിക്കാനുള്ള കാര്യങ്ങളാണ് മാം ഇവിടെ വിശദീകരിച്ചു തന്നത്. എന്തായാലും വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു ഇന്ന്. ഇനി ബാക്കി ഫീഡ്ബാക്കിലേക്ക് പോകാം. Thank you, ma'am. താങ്ക് യു. ഞാൻ ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ വരൂ. ആഡ് ഓണും ചെയ്യാം, ഫീഡ്ബാക്സും പറയാം. എല്ലാവരുടെയും എക്സ്പീരിയൻസസ് ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ഒക്കെ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. സോ അതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് ഒരു ലെസൺ ആയിരിക്കും. നമ്മൾ അതിൽ നിന്ന് പഠിക്കാൻ കുറെ ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യാൻ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. തീർച്ചയായും മാം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം. നല്ലൊരു സെഷൻ ആയിരുന്നു. നന്നായിട്ട് കുറെ പോയിന്റ്സ് ഒക്കെ നമുക്കൊരു ഫലപ്രദമായിട്ട് ഉള്ള ഒരു സെഷനായിട്ട് തോന്നി. എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾക്ക് ഇങ്ങനെ ഒരാൾ നമ്മളെ എൻകറേജ് ചെയ്ത് നമ്മൾക്കിപ്പോ ടീച്ചിങ്ങിന് പോവായാലും അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമുക്കൊരു എൻകറേജ്മെന്റ് തരുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. അങ്ങനെ എനിക്ക് ക്ലാസ്സിലൊക്കെ പോയപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ മാം അവസാനം പറഞ്ഞ ബുക്കില്ലേ, ആ ബുക്കിന്റെ പേരൊന്നും കൂടി പറയാമോ? Oh, 1 minute, ma'am. The 7. ഗുഡ് ഈവനിങ് മാം. Good evening, sir. നല്ലൊരു സെഷൻ ആയിരുന്നു. നല്ലൊരു ടോപ്പിക്, പ്രത്യേകിച്ചും ഇന്ന് റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ട് തന്നെ തോന്നി. മാം പറഞ്ഞ എല്ലാ പോയിന്റ്സും വളരെ നല്ല പോയിന്റ്സ്. അതിനകത്ത് എനിക്കൊരു ടേക്ക് അവേ ആയിട്ട് തോന്നുന്നത്, പലപ്പോഴും നമ്മൾ ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മടിക്കുന്നത്, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെക്കാൾ വലുതായി പോവോ എന്നൊക്കെയുള്ള ഒരു ജലസി കാരണമാണ്. പ്രത്യേകിച്ചും വർക്ക് പ്ലേസിലാണെങ്കിൽ, വർക്ക് പ്ലേസ് മാത്രമല്ല എവിടെയാണെങ്കിലും അല്ലെ, നമ്മൾ അയാളെ പറ്റി നല്ലത് പറഞ്ഞാൽ അയാൾ നന്നായി, അപ്പൊ നമുക്ക് അത്രയും നന്മയില്ലല്ലോ, അല്ലെങ്കിൽ ആളുകൾ നമ്മളെ ചെറുതായി കാണുമോ എന്നുള്ളതാണ്. പക്ഷെ ഈ സമ്പത്തിന്റെ കാര്യം പൊതുവിൽ പറയില്ലേ, കൊടുക്കുന്തോറും കൂടുകയാണ് ചെയ്യാന്ന്. അതുപോലെ തന്നെയാണ് അപ്രീസിയേഷൻ. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്തോറും നമ്മുടെ വാല്യൂ കൂടും, നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷനും കൂടുകയാണ് ചെയ്യുക. അതാണ് ഒരു കാര്യം, നമ്മൾ ജെന്യുവിനായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ഒരു നല്ലൊരു ക്വാളിറ്റിയാണ്. അതുണ്ടെങ്കിൽ ആളുകൾ നമുക്കും അപ്രീസിയേഷൻ തരാൻ ആളുകൾ മടിക്കില്ല. എന്നാലും ഗുഡ്നെസ്സിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. നേരത്തെ രാജലക്ഷ്മി മാം പറഞ്ഞ പോലെ ഒരുപാട് കഥകൾ പറഞ്ഞു. 2 ബുക്സും റെഫർ ചെയ്തു. വളരെ നന്നായിട്ട് തന്നെ മാം അത് പ്രസന്റ് ചെയ്തു. താങ്ക് യു മാം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. യെസ് സർ. നമ്മൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യാൻ മടിക്കുന്ന ഒരു സൊസൈറ്റിയിൽ കൂടുതൽ ആൾക്കാരുണ്ട്. നമ്മൾ ആ രീതിയിൽ ആവാതെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും ഇല്ല.
നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ അപ്പുറത്തുള്ള ആളും നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി നമ്മൾ ലൈഫ് ലോങ് ഓർക്കും അവരിനെ. സോ നൈസ് ഫീഡ്ബാക്ക് സർ. താങ്ക് യു സർ. ജിവൽ മാം, the 7 habits of highly effective people. The 7 habits of highly effective people. Author Stephen R. Covey. Covey. okay. Thank you, ma'am. Thank you, Jewel ma'am, for your feedback. മാം ആ ബുക്കിന്റെ Good കവർ evening, പേജ് ma'am. എല്ലാം ഗ്രൂപ്പിൽ ഇട്ടാ നന്നായിരുന്നു രണ്ടിന്റെ. Okay. Good evening, Chandra ma'am. Yes, sir. Yes, Sajna ma'am. നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. നല്ല കാമായിട്ട് നല്ല രീതിയിൽ എടുത്തു. Thank you, ma'am. നല്ലൊരു ടോപ്പിക്. Thank you. എന്തൊരു കാര്യം നമ്മള് ചിലവര് കളിയാക്കിയിട്ടൊക്കെ ആയിരിക്കും ചിലര് ഇങ്ങനെ അപ്രീസിയേഷൻ കൊടുക്കുക Yes, അല്ലെ. yes, അത് നല്ല മൈൻഡിൽ കൊടുത്താല് നമുക്കും അതുപോലെ തന്നെ തിരിച്ചു കിട്ടും അപ്രീസിയേഷന്. നല്ലൊരു സെഷൻ. താങ്ക് യു മാം. Thank you, Sajna ma'am. ഹായ് മാം, എൻ്റെ പേര് ബുഷ്ര. മാം വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. മാം വളരെ കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഗുഡ്നെസ്സിൻ്റെ എഫക്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞതും അതുപോലെ മാം പറഞ്ഞ കോട്ടുകളൊക്കെ വളരെ നല്ല കോട്ടുകളായിരുന്നു. ലൈഫിൽ നമുക്ക് വളരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് മാം പറഞ്ഞത്. അപ്പം മാം പറഞ്ഞതിൽ നിന്ന് നമുക്ക് ശരിക്കും നമ്മളൊരു വ്യക്തി നന്നാവുമ്പോൾ നമ്മുടെ ഒരു കുടുംബം നന്നാവുന്നു, സമൂഹം നന്നാവുന്നു, അതിലൂടെ ഒരുപാട് പേരിലേക്ക് നന്മ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നു. അതെല്ലാം വളരെ നന്നായി തോന്നി കേട്ടോ മാം പറഞ്ഞ കാര്യങ്ങൾ. അതുപോലെ തന്നെ മാം സജസ്റ്റ് ചെയ്ത ബുക്സ് ആണെങ്കിലും 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ ആണെങ്കിലും ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ഇതെല്ലാം നല്ല ബുക്സാണ്. ഞാനൊരിക്കൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ നല്ല ബുക്കായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമായിരുന്നു അത്. പിന്നെ ഇതുപോലുള്ള ടോപ്പിക്കുകളായിട്ട് ഇനിയും വരണം. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സെഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ പങ്കെടുത്ത ദിവസം തന്നെ മാമിൻ്റെ ക്ലാസ് നല്ല ഇഫക്റ്റീവായിട്ട് തോന്നി. ഒരുപാട് സന്തോഷം. ഇനി ഇതുപോലുള്ള ഒരുപാട് സെഷനുകൾ എക്സ്പെക്ട് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. Thank you, Bushra ma'am. You're our guest. And വളരെ സന്തോഷം ഇങ്ങനെ ഒരു ഗസ്റ്റ് ഒക്കെ വന്നിട്ട് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ. ഇതൊരു ടീമാണ്. ഈ ടീമിന്റെ എഫേർട്സ് ആണ് ഇതൊക്കെ മാം. ഞങ്ങൾ എന്തായാലും എഫേർട്സ് ഇടുന്നുണ്ട് ടു ബ്രിങ് ഗുഡ് ടോപ്പിക്സ് ആൻഡ് ഗുഡ് പ്രസന്റേഷൻസ് ഒക്കെ. താങ്ക് യു ബുഷ്ര മാം. താങ്ക് യു മാം. ഞാൻ ഈ ഒരു അവസരത്തിൽ റസാഖ് സാറിനോട് ഒരു നന്ദി പറയാണ്. സാറാണ് എനിക്ക് ഈ ലിങ്ക് അയച്ചു തന്നതും ജോയിൻ ചെയ്യാൻ പറഞ്ഞതും. അപ്പോൾ അതിനൊരു താങ്ക്സ് ഞാനിവിടെ പറയുകയാണ്. താങ്ക് യു. ഓക്കെ, ബുഷ്ര മാം ഇന്ന് ജോയിൻ ചെയ്തതാണ്. താങ്ക് യു. പിന്നെ അത് മാത്രമല്ല മാം സെഷനിൽ വന്ന് കമന്റ് പറഞ്ഞ് ഫീഡ്ബാക്ക് പറഞ്ഞതിലും പ്രത്യേകം നന്ദി. എന്തായാലും താങ്ക് യു. നമ്മൾ നല്ലത് കണ്ടാൽ എപ്പോഴായാലും അപ്രീസിയേഷൻ കൊടുക്കണമല്ലോ. പിന്നെ നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ മനസ്സറിഞ്ഞ് കൊടുക്കണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അപ്രീസിയേഷൻ നമുക്ക് കിട്ടുമ്പോഴും പലപ്പോഴും ചില അപ്രീസിയേഷനൊക്കെ നമ്മൾ അമിതമായിട്ട് വിശ്വസിച്ച് പോകും. ചിലതിലൊക്കെ ഒരു ഫ്ലാറ്ററിങ് വരും. പക്ഷെ അത് അപ്രീസിയേഷൻ ഏതാ ഫ്ലാറ്ററിങ് ഏതാണെന്നും കൂടി ഒന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ചില കാര്യങ്ങൾ തോന്നിയതാണ് കേട്ടോ. എന്തായാലും കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാവരോടും എപ്പോഴും പറയാം. ക്രിറ്റിസിസം ആണെങ്കിലും ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അല്ലാതെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആവുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരുപാട് നല്ലതാവുമല്ലോ. അപ്പൊ അതും അപ്രീസിയേഷനും ഇഷ്ടപ്പെട്ടു ടോപ്പിക്. താങ്ക് യു മാം. Thank you, Bushra ma'am. Congratulations, ma'am. Thank you, sir. I'm Dr. Rajendran. ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ ഈ സെഷനിൽ പങ്കെടുക്കുന്നത് ഈ അബ്ദുൾ റസാഖ് സാറാണ് എനിക്ക് ഈ ലിങ്ക് അയച്ചു തന്നത്. വളരെ സന്തോഷം. നല്ല പ്രസന്റേഷൻ. പിന്നെ ഈ അപ്രീസിയേഷന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് എൻ്റെ ഈ മെഡിസിൻ പ്രൊഫസറെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഡോക്ടർ ആർ കെ ഷെണോയ്. ഇപ്പോഴും ഓരോ കേസുകൾ ഡയഗ്നോസ് ചെയ്യുമ്പോഴും സാറിനെയാണ് ഓർക്കുക. എപ്പോഴും സാറിനെ നമുക്ക് മനസ്സിലായി. കാരണം ഞാൻ സാറിന്റെ ഹൗസ് സർജൻ ആയിരുന്നു. അപ്പം ഹൗസ് സർജൻസ് ആയിട്ടിരിക്കുന്ന സമയത്ത് സാറ് നമ്മള് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ ഞാൻ വളരെ ആക്റ്റീവ് ഹൗസ് സർജൻ ആയിരുന്നു. എന്ന് വെച്ചാൽ രാവിലെ 8 മണിക്ക് കയറി കഴിഞ്ഞാൽ എൻ്റെ വാർഡിലെ
കംപ്ലീറ്റ് പണി തീർത്തിട്ട് ഞാൻ പോവുള്ളൂ. മിക്കവാറും 4 മണിയൊക്കെ ആവും. അപ്പം പിറ്റേ ദിവസം സാറ് വരുമ്പോൾ എല്ലാം നല്ല കംപ്ലീറ്റ് ആയിരിക്കും. ഈവൻ ഡ്രസ്സിങ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വരെ. അപ്പം എന്ത് കോംപ്ലിക്കേറ്റഡ് കേസ് ഉണ്ടെന്നുണ്ടെങ്കിലും സാർ എന്നെ ആയിരുന്നു ഏൽപ്പിക്കുന്നത്. ഓരോ കേസുകളും നമ്മൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാറ് അത് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും. വെരി വെരി ഗുഡ് രാജേന്ദ്രൻ, വെരി ഗുഡ് അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പൊ ഇനി എന്ത് കോംപ്ലിക്കേറ്റഡ് കേസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സാർ എന്നെ ആയിരുന്നു ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ആ അപ്രീസിയേഷന്റെ ഗുണം എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു ടെറ്റനസ് പേഷ്യന്റ് വന്നു. ടെറ്റനസ് നവഡേയ്സ് ഇറ്റ് ഇസ് വെരി റെയർ. ഇപ്പൊ ടെറ്റനസ് പേഷ്യന്റ് വന്ന് സെക്കൻഡ് ഡേ വൈകുന്നേരമായിട്ടും അത് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. കാരണം എന്താ രാജേന്ദ്ര, ഇതിന് ഒരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നില്ലല്ലോ, എന്താണ്ട് സം പ്രോബ്ലം ഇസ് ദർ. അപ്പം കാലിന്റെ മേളിലെ ഈ ഫുട്ടിന്റെ മേളില് ഒരു ചെറിയ ഇഞ്ചുറി. അപ്പം പേഷ്യന്റ് പറഞ്ഞത് ഒരു കമ്പ് കൊണ്ട് കയറിയതാണെന്ന്. അപ്പം സാറ് പറഞ്ഞു ഇനി എന്തെങ്കിലും ഇതിനകത്തുണ്ടോ, എനിക്കൊരു സംശയം. കാരണം വെച്ചാൽ പേഷ്യന്റ് ഇമ്പ്രൂവ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഞാൻ സർജറി ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഒരു സർജിക്കൽ ഓപ്പണിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്തു. ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ ഈ കൊണ്ട കമ്പിന്റെ ഒരു പാർട്ട് അതിനകത്ത് ഒടിഞ്ഞിരിക്കുകയായിരുന്നു. നമ്മളത് റിമൂവ് ചെയ്തു. ആ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ പിറ്റേ ദിവസം പേഷ്യന്റ് ഇമ്പ്രൂവ് ചെയ്യും. അപ്പൊ സാറിന്റെ ഓരോ അപ്രീസിയേഷനും നമുക്ക് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ ആ ഉത്സാഹവും അതുകൊണ്ടുണ്ടാകുന്ന മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഗുണം, ആ പേഷ്യന്റ് ജീവനെ രക്ഷപ്പെട്ടു ആ ഒറ്റ കാര്യം കൊണ്ട്. അപ്പോഴ് നമ്മളിപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്തോറും നമ്മുടെ വർക്ക് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുകയും കൂടുതൽ മറ്റുള്ളവർക്ക് അത് ഗുണകരമാവുകയും ചെയ്യും. നല്ല സെഷനായിരുന്നു മാഡം, വെരി നൈസ് സെഷൻ. ഞാൻ റസാഖ് സാറിനോട് നന്ദി പറയുന്നു. കാരണം സാറാണ് ഇന്ന് ഈ ലിങ്ക് തന്നത്. അപ്പം ഞാൻ കയറാൻ പറ്റിയത് വളരെ നല്ല സെഷനായിരുന്നു. ആ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ, ആ 3 പോയിന്റ്സ്, ആദ്യത്തെ ആ 3 പോയിന്റ്സ് പറഞ്ഞത് വളരെ എന്താ പറയുക, ചിന്തിപ്പിക്കുന്ന ഒരു, നമ്മൾ ഇങ്ങനെയുള്ള സെഷനുകളിൽ പങ്കെടുക്കുന്നതിനുള്ള ഗുണമെന്ന് പറയുന്നത് ശരിക്കും ഓരോ സെഷൻസ് കേൾക്കും തോറും നമ്മുടെ മനസ്സ് പ്യൂരിഫൈഡ് ആയിക്കൊണ്ടിരിക്കും. ആണ് എൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്. ഓരോ സെഷൻസ് അപ്പിയർ ചെയ്യും തോറും നമ്മൾ പങ്കെടുക്കും തോറും, കാരണം നമ്മൾ എപ്പോഴും നമുക്കൊരു ഞാൻ എന്നുള്ളൊരു ഭാവം എപ്പോഴും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ ഭാവം പൊഴിഞ്ഞ് പൊക്കൊണ്ടേയിരിക്കും, നല്ലവരായിക്കൊണ്ടിരിക്കും. വെരി ഗുഡ് സെഷൻ മാഡം. താങ്ക് യു രാജൻ സർ. സാറിനെ ഞാൻ മോർണിംഗ് സർക്കിളിൽ കാണാറുണ്ട്. സാർ ഒരു സെഷനും എടുത്തിട്ടുണ്ട്. ആൻഡ് യുവർ പ്രൊഫഷനിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സോസ്റ്റിംഗ് പ്രൊഫഷൻ ആണ്. അപ്രിസിയേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ഫുൾ ഓഫ് എനർജി ആയിരിക്കും. ഡെഫിനറ്റ്ലി യുവർ ബോസ് ഓർ സീനിയർ ഹൂവർ വാസ് റിയലി അപ്രിഷിയേറ്റഡ്. ഇപ്പോൾ തന്നെ മാഡം ഓരോരുത്തരും ഇപ്പൊ തന്നെ ഞാൻ മാഡം അത് കേട്ടെങ്കിൽ മാഡം ഇതിന് ഓർമ്മ കാണും. ഈ ഡയബറ്റീസിന്റെ മാഡം കേട്ടല്ലേ? കേൾക്കണം. ശരിക്കും അത് സിംപ്ലിഫൈ എന്ന് വെച്ചാല്, നമ്മള് ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ സാധാരണ ഡോക്ടർമാര് ഈ ഡയറ്റീഷ്യൻ്റെ ഒക്കെ വിടുക ചെയ്യുന്നത്. അവര് മില്ലിഗ്രാമും ഗ്രാമും ഒക്കെ തൂക്കി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും പേഷ്യന്റിന് കൊടുക്കുന്നത്. പക്ഷെ ഇതിപ്പോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുള്ള ഒരു ആത്മസംതൃപ്തി എനിക്ക് ആ കേസുണ്ട്. അത് പറഞ്ഞതുകൊണ്ട് മാഡം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പം അപ്രീസിയേഷൻ ഓരോ ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അതിനു വേണ്ടിയുള്ള മാറ്റം വരും. താങ്ക് യു മാഡം. താങ്ക് യു വെരി മച്ച്. നല്ലൊരു സെഷനായിരുന്നു കേട്ടോ. നല്ലൊരു സെഷനായിരുന്നു.
ഞാൻ കുറച്ച് വൈകിയാ കയറിയ എങ്കിലും ഞാൻ വേറെ സെഷനിൽ നിന്ന് കയറിയതാണ്. അപ്പൊ ചന്ദ്രമാമിന്റെ സെഷൻ ആയാലും ഞാൻ എന്തായാലും കയറി. നല്ലൊരു സെഷനായിരുന്നു. ഈ പറഞ്ഞ കാര്യം നമ്മൾ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അവരുടെ നന്മകൾ കണ്ടെത്തുകയും ചെയ്യുക. പക്ഷെ നമ്മളെപ്പോഴും അവരുടെ നെഗറ്റീവ് കണ്ടെത്താനായിരിക്കും എപ്പോഴും ശ്രമിക്കുക. അതൊരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എപ്പോഴും അങ്ങനെയാണ് ചെയ്യുക. നമ്മളൊക്കെ ഇതൊക്കെ സർവീസ് ലൈഫിൽ ഇരിക്കുമ്പോൾ നമുക്കിതൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് ഇതൊക്കെ അറിവ് നമുക്ക് കിട്ടണത്. ഒരു വലിയ നഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ അന്ന് കിട്ടുമ്പോൾ നമ്മൾ കുറെ കൂടി നന്നായി പെരുമാറിയെന്നേനെ ഇപ്പൊ തോന്നുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. രാജേന്ദ്രൻ സാറ് ഡോക്ടർ സാറേ, സാറിന്റെ സെഷൻ ഞാൻ കണ്ടു. ഞാൻ മോർണിംഗ് സെഷനിൽ കയറാറില്ല. ഇപ്പൊ ഞാൻ വേറൊരു സെഷനിൽ വേറൊരു മെഡിറ്റേഷനിലുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഞാൻ റെക്കോർഡ് എല്ലാത്തിനെയും കാണാറുണ്ട്. അപ്പൊ സാറിന്റെ സെഷൻ ഞാൻ കണ്ടിട്ടാ. നല്ലൊരു സെഷനായിരുന്നു. അപ്പൊ കൺഗ്രാജുലേഷൻ സാർ. എന്തായാലും ഇതുപോലെ കുറച്ച് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് വ്യൂവേഴ്സും അതിന് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു മാം. ഹലോ ചന്ദ്രൻ. താങ്ക് യു ആൾ. ഹലോ ചന്ദ്രൻ. യെസ്. രശ്മി മാം, കുറേ ദിവസമായി. ഞാൻ ലോങ് വെക്കേഷനിലായിരുന്നു. വെക്കേഷൻ ബാക്ക്. ഓക്കെ, എന്തായാലും വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ടീ ടോക്കിന്റെ ഫുൾ എപ്പിസോഡ് ഒരു ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത് എന്നാണ്. ആക്ച്വലി ഞാൻ എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മള് പറഞ്ഞില്ലേ ഗുഡ്നെസ്സിന്റെ, എനിക്ക് തോന്നുന്നു ഞാൻ ഇരിക്കുമ്പോൾ സെഷനിൽ ഒരു കഥ പറഞ്ഞു ഓർക്കുന്നത്. 1 രൂപ കൊടുത്തിട്ട് നമുക്ക് എന്ത് മേടിക്കാൻ പറ്റും എന്ന് ചോദിച്ചിട്ട് വിട്ടിട്ടുണ്ടല്ലോ. അത് മാം ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു സന്യാസി തന്റെ ശിഷ്യന്മാർക്ക് 1 രൂപ കൊടുക്കും. 2 പേർക്ക് 1 രൂപ കൊടുത്തിട്ട് നിങ്ങൾ ഇന്ന് വൈകിട്ടുള്ള എന്തെങ്കിലും മേടിച്ചിട്ട് വരാൻ പറ്റും. ഒരാള് 1 രൂപ കൊണ്ട് ഫുൾ വേസ്റ്റ് മേടിച്ചിട്ടൊന്നും, ഒരാൾ 1 രൂപ കൊണ്ട് ഒരു ചന്ദനത്തിന് മേടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു ഒറ്റ കാര്യം, നമ്മൾ ഒരൊറ്റ പോയിന്റ്, ഗുഡ്നെസ് നമുക്ക് എങ്ങനെ സ്പ്രെഡ് ചെയ്യണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. പിന്നെ ഇപ്പൊ പറയാം, നമ്മൾ എന്ത് അപ്രിസിയേഷൻ ആർക്ക് കൊടുക്കും, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ചെയ്താൽ നോ പ്രോബ്ലം. നമ്മൾ കൂടുതൽ അവര് നമ്മളെ തിരിച്ച് ചെയ്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്ക് പ്രശ്നമില്ല. ഞാൻ പണ്ട് അറ്റൻഡ് ചെയ്ത ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ജസ്റ്റ് ഒരു പ്രെയർ ആണ് അത്. ഈവൻ റിലീജിയസ് പ്രെയർ ആണ് എങ്കിൽ പോലും ഞാൻ വേണമെന്ന് പറയാം, ആരും ഹേർട്ട് ചെയ്യാനല്ല, ഞാൻ റിലീജിയസ് പ്രെയർ ആണ് ഞാൻ പറഞ്ഞത്. ഒറ്റ ഇതുള്ളൂ, ഈശോയെ ത്യാഗം നിറയുന്ന സ്നേഹനെ പരിശീലിപ്പിക്കണമേ, ഒന്നും പ്രതീക്ഷിക്കാതെ ആഴമായ ബന്ധങ്ങൾ വളർത്തി സഹോദരങ്ങൾക്ക് കാവലായി തീരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അതൊരു കുറെ വർഷങ്ങൾ 2009 ഞാൻ കേട്ടിട്ടുള്ളത്. ആ ഒരു ടൈമിൽ കേട്ടിട്ടുള്ളത് ചെറിയൊരു പ്രെയർ ആണ്, പക്ഷെ അതിന് ഭയങ്കര അർത്ഥമുണ്ട്. നമ്മൾ ആദ്യം നമുക്ക് പറ്റൂല, പക്ഷെ എന്താ പറയുക, നമ്മള് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു കാര്യം കൈൻഡ്നെസ്സും ഇതൊന്നും നമുക്ക് ആരും പഠിപ്പിച്ചു തരുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോ എപ്പൊ ഞാൻ കൈൻഡ്നെസ് ആവണം, എപ്പൊ ഞാൻ എമ്പത്തിക്ക് ആവണം, എനിക്ക് ഞാൻ തന്നെ തീരുമാനിക്കണം. ഡിപ്പെൻസ് അപ്പോൺ പേഴ്സൺ. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഡോമിനേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, ഇൻസ്പയർ ചെയ്യാനാ പാട്. അപ്പൊ നമ്മൾ തീരുമാനിക്കും, ഞാൻ ഡോമിനേറ്റ് ചെയ്യണോ, ഞാൻ ഇൻസ്പയർ ചെയ്യണം എന്നുള്ളത്. അപ്പൊ എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. നന്നായിട്ടിരിക്കുന്നത് മാം. ഓക്കെ, താങ്ക് യു രശ്മി മാം. താങ്ക് യു ഫോർ യുവർ വേർഡ്സ്. താങ്ക് യു ആൾ. ഒരുവിധം എല്ലാവരും ഫീഡ്ബാക്ക് പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ ഗ്രൂപ്പിലൂടെ അറിയിക്കുക. ഇനി ഇന്നത്തെ ടീ ടോക്സിന്റെ നമ്മൾ പുതിയൊരു പ്രോഗ്രാം കൂടി തുടങ്ങി വെക്കുകയാണ്, ഒരു ക്വിസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജേക്കബ് സാറിനെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Thank you so much, Rajalakshmi ma'am. Wonderful session, Chandra ma'am. Thank you so much. Spreading goodness. Nothing more happy and എന്താ പറയാ, ഫുൾഫില്ലിംഗ് അല്ലേ? നമുക്ക് നന്മ പകർന്നു കൊടുക്കുക എന്നുള്ളൊരു നല്ലൊരു സെഷൻ ആയിരുന്നു മാമിന്റെ. താങ്ക് യു സോ മച്ച് ആൻഡ് സോ ഗ്രേറ്റ്ഫുൾ ടു സീ സോ മെനി പുതിയ ആൾക്കാർ. ഡോക്ടർ രാജേന്ദ്രൻ സർ, ഗുഡ് ഈവനിങ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് us. അതുപോലെ കുറെ പുതിയ ആൾക്കാരെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. വി ഹാവ് എ വെരി ബിഗ് ക്രൗഡ് ടുഡേ. ജേക്കബ് സർ, നമുക്ക് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന കുറച്ച് പേരുണ്ട്, അനീഷിയ, അൻഹ, ഇതിലൊക്കെ പേര്. ഞാനതായിരുന്നു നോക്കുന്നത്. യെസ്, എന്തായാലും സാറിന്റെ സെഷനിലേക്ക് കിടക്കട്ടെ. ഇന്നിപ്പം ടൈം കുറവല്ലേ. ഇനി ഫീഡ്ബാക്ക് പറയാനുള്ള ആൾക്കാർക്ക് ഗ്രൂപ്പിൽ പറയാം. അപ്പൊ ക്വിസിലേക്ക് എടുക്കാം. ഡെഫിനറ്റ്ലി. അപ്പൊ നമ്മുടെ ഒരു സാധാരണ സെഷൻസില് ഇതുവരെ നമ്മുടെ ടീ ടോക്സില് സെഷൻസ് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇന്ന് തൊട്ടൊരു പുതുമ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത്, നമ്മുടെ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ ക്വിസ് പോലെ. അപ്പം നമുക്ക് എത്ര പേര് ശ്രദ്ധയോടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ഒന്ന് അളക്കാനും പിന്നെ ചെറിയൊരു എന്റർടൈൻമെന്റ് ആയിട്ടും നമുക്ക് എന്താ പറയാ അല്ലേ, നമ്മൾ ചിലരൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്, ചിലരൊക്കെ കേട്ട് പോകുന്നുണ്ട്. നമ്മുടെ മൈൻഡിന്റെ പവർ നോക്കാം,
പിന്നെ നമുക്കൊരു രസം എന്ന് പറയാം അല്ലേ? അതുകൊണ്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് ഇനി മുതൽ നമ്മൾ എൻഡിൽ ഇങ്ങനെ ഒന്ന് ചോദിക്കുന്നുണ്ടാവും, ഇങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട്. അപ്പം ചെറുതായിട്ട് ആരാണോ ആൻസർ ചെയ്യാൻ പറ്റുന്നത് അവരിൽ നിന്ന് സെലക്ട് ചെയ്ത് ഒരു അപ്രീസിയേഷൻ കൊടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പം ഇതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ആരാണ് പറയുന്നതെന്ന് അറിയില്ല എന്നതുകൊണ്ട് ഹാൻഡ് റേസ് ചെയ്യുന്ന ഓപ്ഷൻ ഇതിനകത്തുണ്ട്. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ നമ്മൾ പറഞ്ഞു തരും. ഹാൻഡ് റേസ് ചെയ്യുന്ന ഓപ്ഷൻ ഇതിനകത്തുണ്ടല്ലോ അല്ലേ? യെസ്. അപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആദ്യം ഹാൻഡ് റേസ് ചെയ്യുന്ന ആളെ എനിക്കിവിടെ എന്റെ സ്ക്രീനിൽ പൊതുവെ കാണാൻ പറ്റും. നിങ്ങളിൽ അല്ലാത്ത ഞങ്ങളുടെ CC-യിലുള്ളവരും അത് ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. അപ്പം എനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റുകയാണേലും മറ്റവരത് ഒബ്സർവ് ചെയ്തിട്ട് പറയും. അപ്പം നമ്മൾ 5 ക്വസ്റ്റ്യനിൽ 3 ക്വസ്റ്റ്യൻ എങ്കിലും ഒരാൾ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും ടൈ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ മാറ്റി വീണ്ടും ചോദിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഗസ്റ്റുകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ടീം മെമ്പേഴ്സ് വരുന്നതൊക്കെ. ഓക്കെ. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ചന്ദ്ര മാം ഇന്ന് നമ്മളൊക്കെ അവതരിപ്പിച്ച ഈ സെഷനിൽ 2 ടൈപ്പ് ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ 2 ടൈപ്പ് എന്ന് പറയുന്നത്, ആ 2 ടൈപ്സ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്താണ് ആ 2 ടൈപ്സ് ഓഫ് പീപ്പിൾ? പറഞ്ഞോളൂ. എനിക്ക് തോന്നുന്നു ഡോക്ടർ സാറിന്റെ ആണോന്ന് അറിയില്ല. ഒന്ന് ഡ്രെയിൻ ഓഫ് ചെയ്യുന്ന ചെയ്യുന്നവരാണോ? ഒരു മിനിറ്റ്, ഹാൻഡ് റൈസ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യും. റസാഖ് സാർ കണ്ടായിരുന്നു. എന്റെ ഇതില് രാജേന്ദ്രൻ സാറിനെയാണ് കണ്ടത്. പിന്നെ പുറകെ ഹാൻഡ് റൈസുകൾ വന്നു. ബുഷ്ര മാമിന്റെ വന്നു, അനീഷ്യ മാമിന്റെ വന്നു, വൺ ഗ്രൂപ്പ്. റസാഖ് സാർ കണ്ടായിരുന്നോ ഫസ്റ്റ് ഹാൻഡ്? ഇല്ല. എന്റെ ഇത് വെച്ചിട്ട് ഞാൻ മുന്നോട്ട് പോട്ടെ? എനിക്ക് എന്റെ സ്ക്രീനിൽ കണ്ട രാജേന്ദ്രൻ ഡോക്ടറിന്റെ ആണ്. ഹലോ, ഡോക്ടർ റസാഖ് സാർ രാജേന്ദ്രൻ ഇല്ലേ സാർ അവിടെ? അതെ, ഡോക്ടർ രാജേന്ദ്രൻ സാർ. ഓക്കെ സാറേ. 2 ഗ്രൂപ്പ് ആൾക്കാരാണ്. ഒന്ന് നമ്മുടെ പിന്നെ എനർജി ഡ്രെയിൻ ഓഫ് ചെയ്യുന്ന ആൾക്കാരും പിന്നെ എനർജി ബിൽട്ടപ്പ് ചെയ്യുന്ന ആൾക്കാരും. 2 ടൈപ്പ് ആൾക്കാർ. താങ്ക് യു സോ മച്ച്. യെസ്, എനർജി ബിൽഡേഴ്സും എനർജി ഡ്രെയിനേഴ്സും, ആ 2 ടൈപ്പ് ആൾക്കാരെ കുറിച്ചാണ് മാം പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. പുറകെ അടുത്ത ഹാൻഡ് റൈസ് ചെയ്തവർക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇതിലുള്ളത്, ബി ദി ചേഞ്ച് ദാറ്റ് യു വിഷ് ടു സീ ഇൻ ദി വേൾഡ് എന്നുള്ളത് ആരുടെ കോട്ടാണ്? അൻഹ മാം പറയൂ. അനീഷ്യ. ഓക്കെ, അനീഷ്യ മാം പറയൂ. ഗാന്ധിജിയുടെ കോട്ടാണ്, മഹാത്മാഗാന്ധിയുടെ കോട്ടാണ്. അതെ, മഹാത്മാഗാന്ധിയുടെ കോട്ടാണ്. യെസ്, താങ്ക് യു അനീഷ്യ മാം. ഓക്കെ. അപ്പം ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് 2 പേര് പറഞ്ഞു. മൂന്നാമത്തെ ചോദ്യം, മാം പറഞ്ഞ മൈക്കിൾ ജോർഡനെ കുറിച്ച്, ഒരു ആത്ലീറ്റ്, ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കോച്ചിന്റെ പേരെന്താണ്? അതെ, ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സാറിന്റെ ഹാൻഡ് പൊങ്ങി തന്നെ ഇരിക്കുകയാണ്. എനിക്ക് അത് താത്തിയിട്ടില്ലെന്ന്. ഇല്ല. എല്ലാവരും ഒന്നും കൂടെ ഒന്ന് ഹാൻഡ് റൈസ് റിമൂവ് ചെയ്തിട്ട് ഒന്നും കൂടെ. എങ്ങനെയാണ് പൊങ്ങി തന്നെ ഇരിക്കുന്നത്. അവിടെ തന്നെ ഞെക്കിയാൽ മതി. അവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ഹാൻഡിൽ തന്നെ തിരിച്ച് മതി. യെസ്. കോച്ചിന്റെ പേര് ഒന്നാമത്തെ കാര്യം ആൻസർ അറിയാം. അതിന് മാം തന്നെ പറയേണ്ടി വരും. ഇല്ല, ഇവിടെ ചിലർ റെഡിയാണ്. ഇവിടെ ചിലർ ഓൾറെഡി ആൻസർ അറിയാവുന്നവരുണ്ട്. അനീഷ മാമിന് അറിയാവോ
ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിലുള്ള ഒരാൾക്ക് പറഞ്ഞ പോകും. പോലെയാണ് തോന്നിയത് എനിക്ക്. ഫിൽ ജാക്സൺ, അതിന്റെ ഫസ്റ്റ് നെയിം ശരിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതെ അതെ. ഫിൽ ജാക്സൺ കറക്റ്റ് ആണ്, ആൻസർ കറക്റ്റ് ആണ് മാം. അപ്പൊ നമ്മുടെ അനിഷ മാമിന് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഫിൽ ജാക്സൺ കണ്ടില്ല സർ, ഓർമ്മയുണ്ട് മാമിന്. അതെ അതെ. അതെ. അത് കുറച്ച് ടൈറ്റുള്ള അപ്പൊ 4ാമത്തെ പേരായിരുന്നു. ക്വസ്റ്റ്യൻ. അതെ അതെ സത്യം. മാമ ഒരു പ്രാവശ്യം പറഞ്ഞോളുമായിരുന്നു, ഞാൻ പിന്നെ രണ്ടാമത് ചോദിച്ചില്ല. ആ എന്തായാലും അത് ശ്രദ്ധിച്ച് ഓക്കെ, കേട്ടല്ലോ. തീർച്ചയായും തീർച്ചയായും. ഇതാണ് നമ്മളിവിടെ ഈ ഒരു ക്വിസിലൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമുക്കപ്പം എത്രത്തോളം നമ്മുടെ മൈൻഡിന്റെ കപ്പാസിറ്റി നമുക്ക് അറിയാൻ പറ്റും ഇല്ലേ? ചിലരൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് എന്തൊക്കെ നമ്മൾ മിസ്സാകുന്നു, ഇങ്ങനെയുള്ള ചിലപ്പോൾ എനിക്ക് പൊതുവെ പറ്റാറില്ല കേട്ടോ. പേരുകൾ ഓർത്തിരിക്കുക എന്നുള്ളത് എന്റെ മൈൻഡിന്റെ ഒരു വലിയ പോരായ്മയാണ്. എനിക്ക് ഡിഫിക്കൾട്ട്. അലർട്ട് ആയിട്ടിരിക്കാൻ ഫുൾ 30-40 മിനിറ്റ്സ് ഈസി അല്ല. അതെ അതെ അതെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രസിദ്ധമായ, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ലേറ്റ് മിസ്റ്റർ APJ അബ്ദുൽ കലാം ഡോക്ടർ സാറിന്റെ അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേരെന്താ? ഇവിടെ മാം പറയുകയുണ്ടായി. സുബ്രഹ്മണ്യ അയ്യർ. യെസ് യെസ് കറക്റ്റ്. ഞാൻ അദ്ദേഹത്തിന്റെ ഇത് വായിച്ചിട്ടുണ്ട്, പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എനിക്ക് ശിവസുബ്രഹ്മണ്യ അയ്യർ സാർ എപ്പോഴും ഈ ഇതിനെ കുറിച്ച് പറയാറുണ്ട്, സാറിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കാറുണ്ട്. നോർമലി മിസ് ചെയ്യില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഇതൊരു ചെറിയ ടൈലേക്ക് വന്നിട്ടുണ്ടല്ലേ. അടുത്ത ചോദ്യത്തിൽ നമുക്കറിയാം അപ്പം വിന്നർ ആരാന്നല്ലേ. നിഷിയ മാമും 2 ആൻസർ പറഞ്ഞു, സാറും 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്. സാർ ആൻസർ പറഞ്ഞേക്കാൾ മുമ്പ് ഹാൻഡ്സ് അപ്പ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അതെ, അടുത്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആൻസർ വേഗം പറഞ്ഞു കളയല്ലേ, കാരണം ഇൻ കേസ് കയ്യിൽ വന്ന് നിൽക്കുന്നതും കൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. വീണ്ടും നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട കാര്യമുള്ളൂ, അത് നമ്മൾ ചോദിക്കുന്നത് കുഴപ്പമില്ല. ഫൈൻ, ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കിടയിൽ നിന്ന് എടുക്കാനുള്ളത്, ഓക്കെ മാം 2 ബുക്കുകളുടെ പേര് പറഞ്ഞു. ആ ബുക്കുകളുടെ ഓതേഴ്സിന്റെ പേര് ഓർമ്മയാണ്? ബുഷ്ര മാമിന്റെ കൈ ബുക്ക് ചെയ്യാൻ തോന്നുന്നു അല്ലേ ഫസ്റ്റ്? അതെ, ആ കൈ മാത്രമേ ഉള്ളൂ. അപ്പം പറയൂ ബുഷ്ര മാം. ബുഷ്ര മാം പറയൂ, 2 ഓതേഴ്സിന്റെയും പേര് അറിയാവോ? 7 ഹാബിറ്റ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ സ്റ്റീഫൻ ആർ കോവേ, പിന്നെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അത് ഡെയിൽ കാർണഗി. അടിപൊളി. ആദറിന്റെ പേരൊന്നുകൂടെ പറയാമോ? സ്റ്റീഫൻ ആർ കോവി. അപ്പം മാമിന് നല്ല വായനാശീലമുള്ള ആളാണ്, അതാണ് ചോദിച്ചതും. ആകെ പൊന്തിയ കൈയും മാമിന്റെയാണ്. യെസ്, ഓക്കെ. അപ്പം ഫൈനലായിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചന്ദ്ര മാം ഇന്ന് 3 പേരുടെ കോട്ട്സ് ആയിരുന്നു പറഞ്ഞത്. ഇതിൽ ഒരെണ്ണം നമ്മൾ പറഞ്ഞു. ഇനി തെറ്റാതെ അല്ലെങ്കിൽ തെറ്റാതെ മദർ തെരേസയുടെ കോട്ട് എന്തായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? കോട്ട് ആയതുകൊണ്ട് തന്നെ അതിൽ മിസ്റ്റേക്ക് വരാൻ പാടില്ല. അത് കുറച്ച് ടഫാണ്. അല്ലെങ്കിൽ അതിനെ കുറിച്ച് സിംപ്ലിഫൈ ചെയ്ത് ഞാൻ തരാം. 2 പേരുടെ കോട്ട്സ് ആയിരുന്നു പറഞ്ഞത്. മദർ തെരേസ ഞാനിപ്പോ പേര് പറഞ്ഞോണ്ട് ട്രൈ ചെയ്യണോ, വെയിറ്റ് ചെയ്യണോ? എനിക്ക് തോന്നുന്നില്ല. പറയാൻ പറ്റുമെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ പറയണമെന്നില്ല, അത് ട്രാൻസ്ലേറ്റ് ചെയ്താലും കുഴപ്പമില്ല. ട്രാൻസ്ലേറ്റ് ചെയ്ത് അതേ മീനിങ് എനിക്ക് തരാൻ പറ്റിയാലും മതി. കാരണം ട്രാൻസ്ലേറ്റിലും അർത്ഥങ്ങൾ മാറിപ്പോവായിരുന്നാല് മാറിപ്പോകത്തില്ല. ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു ട്രൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. അനിഷ മാം തന്നെ കൈപൊക്കിയിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. പറയൂ അനിഷ മാം. ഹലോ, എനിക്ക് കറക്റ്റ് ആയിട്ട് കോട്ട് ഓർമ്മയില്ല, പക്ഷേ എന്താണ് എൻകറേജിങ് വേർഡ്സ് ഈസ് ഈസി ടു സ്പീക്ക്, അങ്ങനെയാണെന്ന് തോന്നുന്നു. എൻകറേജിങ് വേർഡ്സ് ഈസ് ഈസി ടു സ്പീക്ക്, അങ്ങനല്ല. അതാണ് അതില് പറഞ്ഞത്. കറക്റ്റ് കോട്ടല്ല അത്. നമ്മൾക്ക് സിമ്പിൾ വേർഡ്സ് പ്രാക്ടീസ് ചെയ്യാൻ ട്രൈ ചെയ്യാം എന്നുള്ള ഒരു ഇതാണ് എനിക്ക് അതിൽ നിന്ന് ഫീൽ ചെയ്തത്. അല്ല, മദർ തെരേസയുടെ അതല്ലല്ലോ. അങ്ങനല്ല, എൻകറേജിങ് വേർഡ്സ് എന്ന് വരുന്നതല്ല. അതിന്റെ ഫസ്റ്റ് വേർഡ് തന്നെ
വേറെയാണ്, എൻകറേജിങ് എന്നല്ല രീതിയിൽ. മാമിന് ഒന്നുകൂടെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ കറക്റ്റ് വേർഡ് എനിക്ക് കറക്റ്റ് വേർഡ് ഓർമ്മയില്ല. ജസ്റ്റ് അതാണ് അതിന്റെ ഒരു കൈൻഡ് വേർഡ്സ് ആണ് മാം. കൈൻഡ് Kind വേർഡ്സ് ക്യാൻ ബി ഷോർട്ട് ആൻഡ് ഈസി, ബട്ട് ദെയർ Okay. echoes ആർ ട്രൂലി എൻലെസ് എന്നുള്ളത്. ഓക്കെ. ഓക്കെ, അപ്പം വീണ്ടും അവിടെ ടൈ നിൽക്കുകയാണ്. മാമിന് ഈ ആൻസർ കിട്ടിയിരുന്നെങ്കിൽ മാം ആയിരുന്നേനെ വിന്നർ. എങ്കിലും അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കൂ ജേക്കബ് സാർ. പറയാം, ഒരു ക്വസ്റ്റ്യനെ കൂടെ ചോദിക്കാൻ വേണ്ടിയാണ്. അതെ അതെ, അത്ര ഈസി ആവാനും പാടില്ല, എന്നാൽ ഒരു ഇടത്തരം വേണമല്ലോ. ലെറ്റ്സ് സീ. മാം പറഞ്ഞിരുന്ന കോട്ടില് മൂന്നാമത്തെ കോട്ട് ആരുടെ ആയിരുന്നു? ആരുടെ കോട്ടാണ് മാം പറഞ്ഞതെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇത് മെമ്മറി ക്വസ്റ്റ്യൻ ആണ്. 3 പേർ. അനീഷ മാം തന്നെയാണ് കൈവയ്ക്കുക. യെസ്, പറയൂ. സാർ ആരുടെയാന്ന് പറഞ്ഞാൽ മതിയോ? ആരുടെയാന്ന് മാത്രം പറഞ്ഞാൽ മതി, കോട്ട് അറിയണ്ട. പ്രിൻസസ് ഡയാന. യെസ്, അടിപൊളി. ഓക്കെ. യെസ് യെസ്, മാമിന് ഒരു പ്രത്യേക കൈയടി. അത് ഓർമ്മയുണ്ട്. യെസ്, ഇവിടെ മെമ്മറിയും ടെസ്റ്റ് ചെയ്യാൻ പറ്റി, നമുക്ക് പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാൻ പറ്റി. ഇതാണ് നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് ഭാഗമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന നമ്മുടെ ക്വിസ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. സി, ദിസ് ഇസ് ഹൗ നമുക്ക് നമ്മുടെ കുറച്ചുകൂടെ എൻഗേജിങ് ആക്കാൻ നമ്മുടെ മൈൻഡിന് ആക്ഷൻ കൊടുക്കാൻ പറ്റി. അല്ലെങ്കിൽ നമ്മൾ ഇത് കേട്ട് പോകുന്നതല്ലാതെ ഇപ്പൊ ഒരു ചെറിയ റിവിഷൻ നടന്നു, ഒരു സമ്മിങ് അപ്പ് നടന്നു, ഇല്ലേ, ബുക്കിന്റെ പേര് ഓർമ്മ വന്നു, അങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് നമ്മുടെ മൈൻഡിൽ കൂടെ അത് കാര്യങ്ങളെല്ലാം ഒന്ന് റീക്യാപ്പ് ചെയ്ത് പോയി. മാം ഈ കോട്ടിംഗ് ഒക്കെ പറയുമ്പം മാം അത് ഒന്നും കൂടെ ഒന്ന് എടുത്തു പറഞ്ഞിരുന്നെങ്കിൽ അത് ഒന്നും കൂടെ, ഒരു പ്രാവശ്യം കൂടെ, മാഡം ഒറ്റ പ്രാവശ്യം പറഞ്ഞുള്ളൂ കോട്ടിംഗ് ഒക്കെ. നമുക്ക് ടൈമിംഗ് ഉണ്ടല്ലോ സർ, പിന്നെ ആ ടൈമിംഗ് കാരണമാണ്. കോട്ടിങ് പറയുമ്പോ നമുക്ക് എപ്പോഴും ഒരു മാമിനെ അറിയാം. താങ്ക് യു സോ മച്ച്. അപ്പൊ വളരെ രസകരമായ ഒരു ഡേ ആയിരുന്നു നമ്മുടെ. എനിവേ, നമ്മള് പ്ലെയിനായിട്ട് ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് പോകുന്നതും ഇതും തമ്മില് നമ്മള് കുറച്ച് ഒന്ന് റിമൈൻഡ് ചെയ്യിക്കാനുള്ള ഒരു ഗുണപ്പെടും, നല്ല കാര്യമാണ്. അപ്രീഷിയബിൾ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സോ രാജലക്ഷ്മി മാം, ഓവർ ടു യു. നമ്മുടെ ഇന്നത്തെ ക്വിസിന്റെ വിന്നർ അനീഷ മാം ആണ്. താങ്ക് യു സോ മച്ച് മാം. പാർട്ടിസിപ്പേറ്റ് ചെയ്ത ദിവസം തന്നെ മാം നമ്മുടെ ഒരു അപ്രീസിയേഷനുമായിട്ടാണ് മാം ഇന്ന് പിരിയുന്നത്. നെക്സ്റ്റ് വീക്ക് ഡെഫിനറ്റ്ലി മാം വീണ്ടും ഉണ്ടാകണം. നമുക്ക് നമ്മുടെ ഈ സെഷൻസിന് മുന്നോട്ട് നമ്മുടെ ക്വിസസ് ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ മന്ത്ലി നമ്മൾ ആരാണ് നമ്മൾ ടോട്ടലായിട്ട് മെയിൻ വിന്നർ വരുന്നതെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഡെഫിനറ്റ്ലി മാമിന് ഫോട്ടോ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കതനുസരിച്ച് നമ്മൾ അതിന്റെ ഒരു പോസ്റ്റർ പോലെ ഉണ്ടാക്കുന്നതായിരിക്കും. അതർവൈസ് ഓൾസോ ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് അപ് ടു യുവർ പേഴ്സണൽ കാര്യങ്ങളാണ്. ബട്ട് എനിവേ, അത് വലിയൊരു എൻകറേജിങ് ആയിരിക്കും നമുക്ക് ഇടയിലുള്ള ആൾക്കാർക്ക്, യുനോ, സോ ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് ഒരു റെക്കഗ്നിഷൻ പോലെ. ഓക്കെ രാജലക്ഷ്മി മാം, താങ്ക് യു. ഓവർ ടു യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. കൺഗ്രാറ്റ്സ് അനീഷ മാം. ഇന്നത്തെ ക്വിസ് പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് ജേക്കബ് സാർ അവതരിപ്പിച്ചു. ഓരോരുത്തരും വളരെ ഉഷാറായി കൂടുതൽ ഊർജ്ജസ്വലതയോടെ പങ്കെടുത്തു. എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. ഒരിക്കൽ കൂടി ഞാൻ അനീഷ മാമിന് കൺഗ്രാറ്റ്സ് കൊടുക്കുന്നു. അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാറായി. കൂടുതൽ ആർക്കും പറയാനൊന്നുമില്ലെങ്കിൽ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി ഫീഡ്ബാക്ക് പറയാനുള്ള ആൾക്കാർ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. Thank you all. Good night. Thank you. Good night. Thank you all. Good night. Thank you so much.